പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയല്ലോ. ഭാരങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും നിറഞ്ഞതായി ഈ ലോകത്ത് കോഴിതൻ കുഞ്ഞിനെ ചിറകിന്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെ, ഇന്ന് പകലിലും സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മെ അവിടെവിടങ്ങളായി സൂക്ഷിച്ചു പരിപാലിച്ചു. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച ആരെങ്കിലും ഈ ലൈവിൽ കടന്നു വരുന്നെങ്കിൽ അതരങ്ങൾ തുറന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എത്രയോ കുഞ്ഞുങ്ങൾ ഈ പകൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എത്രയോ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു. എത്രയോ ഭാര്യമാർ, എത്രയോ ഭർത്താക്കന്മാർ ആമേൻ നഷ്ടപ്പെട്ടു. ആമേൻ കണ്ണുനീരിലും ദുഃഖത്തിലും നിരാശയിലും അനേകർ കഴിയുമ്പോൾ ഹല്ലേലൂയ സമാധാനത്തോടെ, സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ ഈ ഭൂമിയിൽ കൂട്ടുകൂടി ഇമ്പമായി വാഴുന്ന ഭൂമിയിലെ സ്വർഗമായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷം നിറഞ്ഞതായ ഒരു പകലാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ദൈവം തക്കതായ തുണയെ ആമേൻ ഒരുക്കി കൊടുത്തു. ആമേൻ ഇന്നേക്ക് ആമേൻ ഏതാനും വർഷങ്ങൾക്കപ്പുറം ഹല്ലേലൂയ 2000 ആമേൻ എനിക്ക് ആമേൻ ദൈവം തക്കതായ ഒരു തുണയെ നൽകി. ഹല്ലേലൂയ. തലമുറകൾ ഉണ്ടാകത്തില്ല എന്ന് ആമേൻ മെഡിക്കൽ സയൻസ് പറഞ്ഞെടുത്ത് ആമേൻ 3.5 വർഷത്തിന് ശേഷം ആമേൻ ഒരു പെൺകുഞ്ഞിനെ സ്വർഗത്തിലെ വലിയവനായ ദൈവം ദാനമായി നൽകി. ആ കുഞ്ഞ് ഇന്ന് +2 പഠിക്കുന്നു. റൂഹമ മോൾ ഷിജു. ഹല്ലേലൂയ. അതിനുശേഷം ആമേൻ എൻ്റെ കുഞ്ഞ് പലപ്പോഴും എന്നോട് ചോദിക്കുമായിരുന്നു, പപ്പ ഞാൻ മാത്രം തനിച്ചായിരിക്കുന്നു ആമേൻ, പപ്പയുടെ സഹോദരന് 3 കുഞ്ഞുങ്ങൾ, സഹോദരിക്ക് 3 കുഞ്ഞുങ്ങൾ, എന്റെ പപ്പയ്ക്ക് മാത്രം ഒരാള്. കുഞ്ഞിന്റെ ചോദ്യം ആവർത്തിച്ച് വരുമ്പോൾ പലപ്പോഴും ഞാനും എൻ്റെ ഭാര്യയും മുഖത്തോട് നോക്കി കരയാറുണ്ട്. എന്നാൽ 9 വർഷത്തിന് ശേഷം രണ്ടാമത് ഒരു പെൺകുഞ്ഞിനെയും കൂടെ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകി തന്നു. ഹല്ലേലൂയ. ആ കുഞ്ഞ് ഇന്ന് ജനിച്ച ആമേൻ ദിവസമാണ്. 7 വർഷം സ്വർഗത്തിലെ വലിയവനായ ദൈവം കുഞ്ഞിനെ ആമേൻ സൂക്ഷിച്ചു പരിപാലിച്ചു. ഇന്ന് 7 വയസ്സ് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ 7 വർഷവും ആപത്തുകൾ നിറഞ്ഞ, അനർത്ഥങ്ങൾ നിറഞ്ഞ ഈ ഭൂമിയിൽ കുഞ്ഞിനെ വളർത്തുവാൻ കൃപ നൽകിയ ദൈവത്തിന്, ആരോഗ്യവും ബലവും കൊടുത്ത ദൈവത്തിന് ഞങ്ങൾ കുടുംബമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. എത്ര സ്തുതിച്ചാലും എത്ര വർണ്ണിച്ചാലും മതി വരാത്ത അളവിൽ പറഞ്ഞു തീരാത്ത ദാനങ്ങളെ കൊണ്ട് അനുഗ്രഹിക്കുന്ന സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ. ഈ പകൽ മനോഹരമാക്കിയത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി പ്രിയ കുഞ്ഞ് ആമേൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ 1-2 വാക്ക് ആമേൻ ദൈവസന്നിധിയിൽ അർപ്പിച്ചതിന് ശേഷം ആമേൻ കുഞ്ഞ് ഒരു പാട്ട് പാടും. അതിനുശേഷം ഇന്ന് രാത്രിയിൽ ദൈവം നൽകിയ വചന ശുശ്രൂഷയ്ക്കായി സമയം വേർതിരിക്കുന്നതായിരിക്കും. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. രൂത്തു മോൾ ഷിജു ഇപ്പോൾ ആമേൻ അതെ തന്റെ വാക്കുകളിൽ കർത്താവിന് നന്ദി പ്രകടിപ്പിക്കുന്നതായി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. 7 വയസ്സ് കഴിഞ്ഞു. ഇനി 8ാം വയസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ ഒരു ഉടുപ്പിന് വേണ്ടിയായിരുന്നു വെയിറ്റ് ചെയ്തത്, പ്രാർത്ഥിച്ചത്. എനിക്ക് ദൈവം 3 ഉടുപ്പ് തന്നു. ആദ്യത്തെ ആയിരുന്നു ഈ റെഡ്. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്നതും ഒന്ന്, പിന്നെ ഇതും. പിന്നെ ഒരു ആൻറ്റി എനിക്കൊരു ഡ്രസ്സ് തന്നു. പിന്നെ ഒരു അങ്കിളും എനിക്ക് 2 ഉടുപ്പ് തന്നു. പിന്നെ ഭക്ഷണമൊക്കെ എനിക്കൊരു ആൻറ്റി തയ്യാറാക്കി തന്നു. ഭക്ഷണം, കേക്ക്, മുട്ടായൊക്കെ എനിക്കൊരു ആൻറ്റി തയ്യാറാക്കി തന്നു. അങ്കിള് ആൻറ്റി ഒക്കെ തന്നു. എല്ലാവർക്കും താങ്ക്സ്. പിന്നെ എൻ്റെ ബർത്ത്ഡേക്ക് എല്ലാവരും ബർത്ത്ഡേ വിഷസ് പറഞ്ഞതിന് താങ്ക് യു. ഞാനൊരു പാട്ട് പാടാൻ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. കൂട്ടുകാരെ, നിങ്ങളും പ്രാർത്ഥിച്ച എന്നെ പോലെ ദൈവം ബഹുമാനിക്കും, ദൈവം തരും, എല്ലാം ചെയ്യും.
പോരാ ആയുസ്സമിത് പോരാ നാളിത് പോരാ നാവിത് പോരാ ആയുസ്സമിത് പോരാ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല രാത്രി സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയത് ഓർത്താൽ എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. പറഞ്ഞു തീരാത്ത ദാനങ്ങളെ കൊണ്ട് ഓരോ നിമിഷവും സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മെ അത്ഭുതകരമായി അതിശയകരമായി നടത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ കരങ്ങളെ തട്ടി നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് ഭാരങ്ങളുടെ വേദനയുടെ കഷ്ടതയുടെ പ്രതികൂലത്തിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ ഹല്ലേലൂയ ദൈവം നമ്മെ സൂക്ഷിക്കുന്ന, ദൈവം നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട് ഹല്ലേലൂയ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ഹല്ലേലൂയ. ഏത് ദിവസമാണ് ദൈവം ഉണ്ടാക്കാത്തത്? എല്ലാ ദിവസവും ദൈവം നൽകിയതല്ലേ. ആമേൻ. അതെ, നാം നിരാശരായി, ആമേൻ, നാം ദുഃഖിതരായി, നാം ഭാരത്തോടെ വേദനയോടെ, ആമേൻ, നിരാശയോടെ ആകുലതയോടെ ആയിരിക്കാൻ തക്കവണ്ണം ദുഷ്ടപിശാച് അവന്റെ പദ്ധതി തയ്യാറാക്കി അതെ വലവിരിച്ച് കെണിയിൽ കുരുക്കി തകർത്ത് കളയുവാൻ അവസരം നോക്കിയിരിക്കുമ്പോൾ ദൈവം ആമേൻ ദാനമായി നൽകിയ ആമേൻ കുടുംബം തലമുറകൾ ആമേൻ നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാകാതെ കണ്ട് ആമേൻ അതെ ദൈവസന്നിധിയിൽ സന്തോഷിക്കുവാൻ അതെ ഇന്ന് പകലിലും ഇടയായി തീർന്നവർ ചേർന്ന് കരകളടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ നമ്മുടെ കണ്ണുകളെ അടിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഒരു നല്ല രാത്രി കൂടെ സ്വർഗത്തിലെ വലിയവനായ ദൈവം ദാനമായി നൽകിയതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവ്. എത്രയോ പ്രിയപ്പെട്ടവര് കണ്ണുനീരിലും ദുഃഖത്തിലും നിരാശയിലും ആയിരിക്കുമ്പോൾ ഈ ലോകം നൽകാത്ത സമാധാനം അനുഭവിക്കുവാൻ, സന്തോഷം അനുഭവിക്കുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഈ ഭൂമിയിൽ ഒരുക്കിയ മുഖാന്തരങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. നിത്യ സ്നേഹം കൊണ്ട് അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ച് അവിടുത്തെ മക്കളും പ്രിയ മക്കളും ശുശ്രൂഷകന്മാരുമാക്കി തീർത്ത ദൈവകൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. ഇന്ന് പകലിലും സന്തോഷിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിച്ച കർത്താവിന് ഞങ്ങൾ കുടുംബമായി സ്തോത്രം ചെയ്യുക. ഇന്ന് രാത്രി ഞങ്ങളോടൊപ്പം ഈ ലൈവിൽ ആയിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആരെങ്കിലും സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ദുഃഖിതരായി നിരാശരായി കഴിയുന്നുവെങ്കിൽ ആമേൻ പ്രത്യാശയുടെ ഉറവിടമാകുന്ന സ്വർഗത്തിലെ ദൈവമേ, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെയുള്ള സമാധാനം, സന്തോഷം, സൗഖ്യം പ്രാപിപ്പാൻ അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവജനത്തെ ആ സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് ഇന്ന് രാത്രി കൈപിടിച്ചു നടത്തുമാറാകണമേ എന്ന് ഞങ്ങൾ അവിടുത്തോടെ പ്രാർത്ഥിക്കുകയാണ്. സ്വർഗമേ, ഇന്ന് രാത്രി ബന്ധമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി ആമേൻ ചില കുടുംബങ്ങളിൽ വിശ്വസിക്കുന്നവരുടെ മേൽ അങ്ങ് വെളിപ്പെടുത്തി ആമേൻ ചിലർ സൗഖ്യമാകുവാൻ, ചിലർ ആമേൻ പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, ഭാവികൾ ആമേൻ അതെ ദൈവ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, ഹല്ലേലൂയ രോഗികൾ സൗഖ്യമാകുവാൻ ഉതകത്തക്ക വിധത്തിൽ പ്രവൃത്തി വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി അനുകൂലമായി ചലിപ്പാൻ ഇടയാകേണ്ടതിനാൽ ഞങ്ങൾ അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകരാജ്യങ്ങളിൽ വിവിധ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവജനത്തെ ആമേൻ അവിടെവിടങ്ങളിലായി സൂക്ഷിക്കുന്ന പരിപാലിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നന്ദി പറയുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കണം. ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് അങ്ങയുടെ വചനം പ്രഘോഷിപ്പാൻ അടിയനെ ശക്തീകരിക്കണം. കേൾക്കുന്ന എല്ലാവരും അവിടുന്ന് അനുഗ്രഹിക്കണം. മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ആ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഈ ലൈവിൽ ആയിരിക്കുന്ന വരും ദിവസങ്ങളിൽ ഈ ലൈവ് വീഡിയോ കാണുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിനുള്ള വന്ദനം ചൊല്ലിക്കൊണ്ട് ആമേൻ എന്നെ പ്രാപ്തനാക്കിയ ആമേൻ ഇന്ന് രാത്രിയിലും ഈ ലൈവിലൂടെ കർത്താവിന്റെ വചനം ആമേൻ പ്രഘോഷിപ്പാൻ വിശ്വസ്തനം വേണ്ടി ആക്കിയിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ച അർപ്പിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷയ്ക്കായി സമയങ്ങൾ വേർതിരിക്കുകയാണ്. ഇന്ന് രാത്രി ആമേൻ എനിക്ക് മുന്നമേ എന്റെ കുഞ്ഞ് പാടിയതുപോലെ ദൈവം ചെയ്ത ഹല്ലേലൂയ നന്മകൾക്ക് എത്ര നന്ദി പറഞ്ഞാലും അത് വരികയില്ല. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത
ഹല്ലേലൂയ. അതെ, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു, കൂടപ്പിറപ്പ് നഷ്ടപ്പെട്ടു, ജീവിത പങ്കാളികൾ നഷ്ടപ്പെട്ടു. ആമേൻ. ആഗ്രഹിച്ച് സ്വന്തമാക്കിയത് കൈവിട്ടുപോയി. ആമേൻ. ഒരു കാലെടുത്ത് വെക്കുമ്പോൾ മറുകാല് താണുപോകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ആമേൻ കടന്നു വന്നപ്പോ എങ്ങനെ ഏത് നിലയിൽ മുമ്പോട്ട് പോകണമെന്ന് അറിയാതെ ആയിരുന്ന എനിക്ക് ആമേൻ വ്യക്തമായ ഒരു ലക്ഷ്യം, ആമേൻ വ്യക്തമായ ജീവിതത്തിന് ഒരു അർത്ഥം ആമേൻ ഉലകത്തിൽ നൽകുവാൻ പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കുവാൻ ഇടയായി തീർന്നത് കൊണ്ട് ആമേൻ ജീവിതത്തിൽ വൈഷമ്യ മേടുകൾ കയറുവാൻ കഴിയത്തില്ലെന്ന് ചിന്തിച്ചിരുന്നപ്പോഴും കഷ്ടങ്ങളിലും ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന നല്ല കർത്താവ് എന്റെ കരം പിടിച്ച് കുടുംബമായി ആമേൻ നയിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ സന്തോഷത്തിൽ പങ്കാളിത്തം വഹിക്കുന്ന ആരെങ്കിലും തലമുറകളില്ലാതെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ ആമേൻ അതെ ആമേൻ ജീവിതത്തിൽ ഞാൻ പറയട്ടെ, തലമുറകളില്ലാതെ ഭാരപ്പെട്ട ദിനരാത്രങ്ങളുണ്ടായിരുന്നു, വർഷങ്ങളുണ്ടായിരുന്നു, മാസങ്ങളുണ്ടായിരുന്നു, ആഴ്ചകളുണ്ടായിരുന്നു. എന്നാൽ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവനായ ദൈവം ഹല്ലേലൂയ ഈ ലോക വൈദ്യന്മാരിലൂടെ അല്ല, ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന സ്വർഗത്തിലെ വലിയവനായ ദൈവം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം തലമുറകളില്ലാതെ ഭാരപ്പെട്ട നാളിൽ കണ്ണുനീരിന് മറുപടിയായി 2 തലമുറകളെ തന്നു. അതിൽ 2ാമത്തെ തലമുറയുടെ ആമേൻ 8ാമത്തെ ജന്മദിനമാണ് ഇന്ന് പകൽ. ഹല്ലേലൂയ. ആ കുഞ്ഞിനോട് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ആയുസ്സും ആരോഗ്യവും നൽകി ആമേൻ നിർത്തിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ലോക്ക്ഡൌണിൽ ആമേൻ എന്റെ മൂത്ത കുഞ്ഞിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഓഗസ്റ്റ് മാസം 22-ാം തീയതി. ഹല്ലേലൂയ. ആമേൻ ഈ ഓഗസ്റ്റ് മാസം 22-ാം തീയതി ഹല്ലേലൂയ ആമേൻ കുഞ്ഞിന് ആമേൻ പാടുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ഒക്കെ ദൈവം കൃപ കൊടുത്തു. ഹല്ലേലൂയ. അതിനുശേഷം എൻ്റെ ഭാര്യയുടെ ആമേൻ അതേ ബർത്ത്ഡേ ആയിരുന്നു. ആമേൻ അത് ഹല്ലേലൂയ ദൈവമായ കർത്താവ് ആമേൻ ഞങ്ങളെ അത്ഭുതകരമായി നടത്തി. ആമേൻ. എന്നാൽ ഇന്ന് എൻ്റെ ഇളയ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആമേൻ എന്ത് വാങ്ങിക്കൊടുക്കണം, ആമേൻ എന്ത് ചെയ്യണം ആമേൻ എന്ന് അറിയാതെ ഈ കഴിഞ്ഞ 40 ദിവസം ഞാൻ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആമേൻ ഒന്നും ദൈവത്തോട് ഭൗതികമായി ചോദിച്ചില്ല. ആമേൻ ആത്മീയമായി ശക്തിപ്പെടണം, ശുശ്രൂഷയിൽ ശക്തിയോടെ മുൻപോട്ട് ആമേൻ എനിക്ക് ആമേൻ പോകണം, അതിനുള്ള കൃപ, അതിനുള്ള അഭിഷേകം സ്വർഗമേ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. കഴിഞ്ഞതിന്റെ മുമ്പത്തെ ശനിയാഴ്ചയായിരുന്നു 40 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ കഴിഞ്ഞത്. ഹല്ലേലൂയ. എന്നാൽ അതിനുശേഷം ആമേൻ എൻ്റെ കുഞ്ഞിന്റെ ഈ ബർത്ത്ഡേയോടുള്ള ബന്ധത്തിൽ ഒന്നും ഞാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തില്ല. എന്നാൽ എൻ്റെ കുഞ്ഞ് ഓരോ ദിവസവും ആമേൻ പ്രഭാതത്തിൽ എന്നോട് പറയും, പപ്പാ എൻ്റെ ബർത്ത്ഡേ അടുത്തു, ആമേൻ എൻ്റെ ബർത്ത്ഡേ അടുത്തു. ആമേൻ അതെ ജനിച്ച ദിവസത്തിൽ ആമേൻ ഒരു സന്തോഷം, ആമേൻ ഒരു ആനന്ദം ഹല്ലേലൂയ കുഞ്ഞിന്റെ ആമേൻ ആ മുഖത്ത് പ്രകടമായി കൊണ്ടിരിക്കുക. ഞാൻ പറയട്ടെ, ഇന്ന് പ്രഭാതത്തിലും ഹല്ലേലൂയ എന്ത് പ്ലാൻ എന്ന് പലരും ചോദിച്ചപ്പോൾ പ്രത്യേകിച്ച് ഒരു പ്ലാനുമില്ല. എന്നാൽ ഇന്നേക്ക് 4 ദിവസങ്ങൾക്കപ്പുറം ആമേൻ അതെ അബ്രഹാം ആമേൻ അതെ മോറിയ മലയിലേക്ക് കയറിയപ്പോ ആമേൻ തന്റെ മകൻ ചോദിച്ചു, അപ്പാ കത്തിയുണ്ട്, തീയുണ്ട്, ആമേൻ വിറകുണ്ട്, ആമേൻ എണ്ണയുണ്ട്, ആമേൻ അതെ അറക്കാനുള്ള കത്തിയെല്ലാം ഉണ്ടല്ലോ, യാഗത്തിനുള്ള മൃഗം എവിടെ? ആമേൻ യഹോവ ഈരെ. ഞാനും എൻ്റെ മോളോട് പറയും, മോളെ ദൈവം കരുതും. ഞാൻ പറയട്ടെ, എൻ്റെ കുഞ്ഞിന്റെ സന്തോഷം പ്രകടിപ്പിച്ചു വിമർശിക്കുന്നവരുണ്ടാകാം, ആമേൻ പലതും പല രീതിയിൽ കാണുന്നവരുണ്ടാകാം. എന്നാൽ ഇന്ന് രാത്രി ഇപ്രകാരം ഈ ലൈവിൽ കുഞ്ഞ് സാക്ഷ്യം വഹിച്ചപ്പോൾ ഞാൻ ദൈവത്തെ ആമേൻ സ്തുതിക്കുവാൻ ഇടയായി തീരുന്നത് കാരണം ആമേൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിവുള്ളവൻ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ആമേൻ എൻ്റെ കുഞ്ഞ് അവളുടെ ആ കുഞ്ഞു മനസ്സിൽ ആമേൻ അവളുടെ ആഗ്രഹം പ്രകടിപ്പിച്ച് പറയുമായിരുന്നു. ഞാൻ പറയും, കുഞ്ഞെ പ്രാർത്ഥിക്ക്, സമയമാകുമ്പോൾ ദൈവം നമുക്ക് നൽകി തരും. ഹല്ലേലൂയ. ആമേൻ അതേ ഒരു പിതാവെന്ന നിലയിൽ കുഞ്ഞിന് വേണ്ടി ആമേൻ വാങ്ങിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിലും ആമേൻ ഞാൻ പോയി വാങ്ങിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ വലിയവനായ ദൈവം ആമേൻ അതെ ആഗ്രഹിക്കുന്നുവെങ്കിലും ആമേൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി ആമേൻ ഒരു അങ്കിളിനെ ദൈവം ഒരുക്കി. ഹല്ലേലൂയ. ഇന്നേക്ക് 4 ദിവസം മുമ്പ് ആമേൻ കുഞ്ഞിന് ആമേൻ അതെ ആമേൻ ഉടുപ്പ്, കുഞ്ഞിന് എന്തൊക്കെ വേണോ അതൊക്കെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ആമേൻ എന്നോട് സംസാരിക്കുവാൻ ഒരു അങ്കിളിനെ ദൈവം ഒരുക്കി. ഹല്ലേലൂയ. അതുപോലെ ഇന്ന് പ്രഭാതത്തിൽ ഹല്ലേലൂയ മറ്റൊരു ആന്റി ഹല്ലേലൂയ ആമേൻ അതെ കുഞ്ഞിന് വേണ്ടി ചില ക്രമീകരണങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആമേൻ അവൾക്ക് വേണ്ട ചോക്ലേറ്റ്, അവൾക്ക് വേണ്ട ഡ്രസ്സ്, അവൾക്ക് വേണ്ട
ആമേൻ അതെ ആ കേക്ക് അവൾക്ക് വേണ്ട ആമേൻ ഫുഡ് അവൾക്ക് മാത്രമല്ല അവളോട് കൂടെ ആയിരിക്കുന്ന ഞങ്ങൾക്കും. ആമേൻ കുഞ്ഞ് പറഞ്ഞു, പപ്പ പ്രാർത്ഥിച്ച ദൈവം എല്ലാം തരും, തീർച്ചയായിട്ടും തരും. ആമേൻ കുഞ്ഞ് പറഞ്ഞല്ലോ, മാതാപിതാക്കള് പരിമിതിയുള്ളവരായാലും അവരുടെ കയ്യിൽ ആമേൻ പലപ്പോഴും ശൂന്യമാണെങ്കിലും ശൂന്യതകളെ നികത്തുന്ന ഒരു അപ്പനുമായിട്ടുള്ള ബന്ധം ദൃഢമാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാ. കരയുന്ന കാക്കക്കുഞ്ഞൻ അതിൻ്റെതാകുന്ന തീനെത്തിച്ചു കൊടുക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രാരംഭത്തിൽ ഞാൻ പറയട്ടെ, മാതാപിതാക്കളെ ആമേൻ തലമുറകളെ തന്ന ദൈവത്തോട് നാം നന്ദിയുള്ളവരായി ജീവിക്കുവാൻ തയ്യാറായാൽ, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിച്ചാൽ ആമേൻ ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. എങ്കിലും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും എന്ത് ചെയ്യത്തില്ല, മുടക്കം വരത്തില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ സന്തോഷത്തോട് ആമേൻ ഞാൻ പറയട്ടെ, ആമേൻ അതെ ജീവിതം ആമേൻ നരക തുല്യമാക്കി ആമേൻ തീർക്കുവാനുള്ളതല്ല, അത് സ്വർഗതുല്യമായി അനുഭവിച്ച് ആമേൻ തീർക്കാനുള്ളതാ. ആമേൻ നിന്റെ കണ്ണുനീര്, നിന്റെ വേദന, നിന്റെ പൈതാകം, നിന്റെ നിരാശ ആമേൻ അതെ നിന്നെ ഒതുക്കുവാൻ ശത്രുവായവൻ പ്രബലപ്പെടുമ്പോ ശത്രുവിന്റെ ആമേൻ അതെ മുമ്പിൽ നിൽക്കുവാനുള്ള ബലം നൽകി ഉയരത്തിലെ ശക്തി നിന്റെ മേൽ പകർന്ന് ജയത്തോടെ നടത്തുവാൻ ദൈവം ശക്തരാണ്. ഹല്ലേലൂയ. മാത്രമല്ല ആമേൻ ഈ ദിവസങ്ങളിൽ മറ്റു അനേകരെ ദൈവം ആമേൻ അതെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആമേൻ ആമേൻ ഒരുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചിലവിടുന്നവരെ കർത്താവ് ധാരാളമായി അതെ അനുഗ്രഹിക്കാൻ തക്കവണ്ണം ഇടയായി തീരുമല്ലോ. ഇന്ന് രാത്രി ആമേൻ ആ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ ഒരിക്കലും സ്വയം താഴേക്ക് നോക്കരുത്. ഹല്ലേലൂയ. ഇന്നത്തെ വചന ചിന്തയുടെ ടൈറ്റിൽ അങ്ങനെയാണ്, ഒരിക്കലും സ്വയം താഴേക്ക് നോക്കരുത്. ഹല്ലേലൂയ. ആമേൻ. നമുക്കറിയാം പത്രോസ് ഹല്ലേലൂയ കടൽക്കരയിൽ അധ്വാനിക്കുന്ന പത്രോസ് ആമേൻ അതെ ഗലീലയിൽ മാനസാന്തര പ്രസംഗം നടത്തിയ അരുമനാഥന്റെ പ്രസംഗം കേട്ട് അരുമനാഥനെ അനുഗമിച്ച പത്രോസ് ഹല്ലേലൂയ ഒരിക്കൽ ആമേൻ രാത്രിയിൽ ആമേൻ അവർ ആമേൻ അതെ കടലിന്റെ നടു മധ്യേ ആമേൻ മുൻപോട്ട് പോകുവാൻ കഴിയാതെ കുഴഞ്ഞ് ഈ ശാന മൂലമാകുന്ന കാറ്റുകളും ഉയർന്നു പോകുന്ന തിരമാലകളും ആ കാരണം മുമ്പോട്ട് പോകുവാൻ കഴിയാതായിരിക്കുന്ന സമയത്ത് അരുമനാഥൻ ആമേൻ അവരുടെ അരികിലേക്ക് വരികയാണ്. ഹല്ലേലൂയ. അവർക്ക് മുന്നമേ കടന്നു പോകാൻ ഭാവിച്ചുകൊണ്ട് ചിലർ പറഞ്ഞു ഭൂതമാ. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ പത്രോസ് ആമേൻ നീ യേശുവാകുന്നുവെങ്കിൽ എനിക്കും കടലിന്മേല് വെള്ളത്തിന്മേല് ഒന്ന് നടക്കണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ അതെ നടന്നോളാൻ പറഞ്ഞു. അവൻ അല്പം നടന്നു. അവൻ നിൽക്കുന്ന പ്രതലത്തിലേക്ക് നോക്കിയത് കൊണ്ട് അവൻ താഴേക്ക് ആഴക്കടലിലേക്ക് താണുപോകുവാൻ കൊണ്ടമിടയായി തീർന്നു. ഹല്ലേലൂയ. എന്നാൽ മുങ്ങിപ്പോകുവാൻ കർത്താവ് അനുവദിച്ചില്ല. അവന്റെ കൈ പിടിച്ചുയർത്തി. ഇന്ന് രാത്രിയിലും ആമേൻ അത് ഒരിക്കലും സ്വയം എന്ത് ചെയ്യരുത്, താഴേക്ക് നോക്കരുത്. ഹല്ലേലൂയ. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ആകാശത്തെ ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. നീ താഴേക്ക് നോക്കിയാൽ ഒരിക്കലും നിനക്ക് മുമ്പോട്ട് പോകാൻ എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. ആമേൻ. നീ ഉയരത്തിലെ ചിന്തകളാൽ ആമേൻ അത് ഉയരത്തിലെ വചനത്താൽ ആമേൻ നീ ബലം പ്രാപിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നീ താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കും. ഇന്ന് രാത്രിയിലെ വചന ചിന്തയ്ക്ക് ആധാരമായി ആമേൻ അത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-28 വാക്യങ്ങൾ ആസ്പദമാക്കിയാണ് ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ ആമേൻ മുൻപോട്ട് പോകുന്നത്. വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-28. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യരെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ. ഹല്ലേലൂയ. എങ്ങനെയെന്ന് ചോദിച്ചാ വീട്ടിൽ മിററുണ്ടോ? വീട്ടിൽ കണ്ണാടി ഉണ്ടോ? ആമേൻ. അവിടെ ഒന്ന് പോയി നോക്ക്. ആമേൻ. അവിടെ പോയിട്ടൊന്ന് നോക്കിക്കേ. ആമേൻ. അങ്ങനെ ഇങ്ങനെ ദൈവം സൃഷ്ടിച്ചു. എങ്ങനെ? കണ്ടോ സഹോദരി, നീ ദൈവത്തിന്റെ സ്വരൂപത്തിലാ. സഹോദര, നീ ദൈവത്തിന്റെ സ്വരൂപത്തിലാ. കുഞ്ഞേ, നീ ദൈവത്തിന്റെ സ്വരൂപത്തിലാ. മാതാവേ, നീ ദൈവത്തിന്റെ സ്വരൂപത്തിലാ. ഓ, നിനക്ക് കളറില്ല, ആമേ, നിനക്ക് ഗുണമില്ല, നിനക്ക് ഭംഗിയില്ല, ആമേ, നിനക്ക് പഠിപ്പില്ല, ഓ, നിനക്ക് വിദ്യാഭ്യാസമില്ല, നിനക്ക് ആമേ വേണ്ടും പോലെ ഒരു ഗുണവും ഇല്ല എന്ന് പറഞ്ഞ് നിന്നെ ആരെങ്കിലും വേടിയുവാൻ, നിന്നെ ഒതുക്കി ഒരു മൂലയിൽ തകർക്കാൻ നോക്കിയാൽ ഇന്ന് രാത്രി ആ വചനത്തിന്റെ പരിജ്ഞാനം നീ പ്രാപിച്ച് ഓ കർത്താവിന് മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ. ആമേൻ. ഒന്നുകൂടെ വായിച്ച വാക്യം.
ഇങ്ങനെ ദൈവം പറയണം, ഓ തന്റെ സ്വരൂപത്തിലാണ് എന്നെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. വായിക്കാം. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആമേൻ. കണ്ടോ ആണും പെണ്ണുമായി. ലോകത്തിൽ രണ്ട് ജാതിയേ ഉള്ളൂ കേട്ടോ, ആണും പെണ്ണും. ഹല്ലേലൂയ. ഓ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ, ഓ പെണ്ണായി ജനിച്ചാലും ആണായി ജനിച്ചാലും ആരുടെ സ്വരൂപത്തിലാ? ദൈവത്തിന്റെ സ്വരൂപത്തിലാ. ഓ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച ആണും പെണ്ണുമായി ജീവിക്കുവാൻ ഓ കൃപ ലഭിച്ച ആരെങ്കിലും ഇന്ന് രാത്രി ഈ ലൈവില് ഭൂമിയിൽ ഉണ്ടെങ്കിൽ ഒന്ന് കരമടിച്ച് തിരിച്ചോണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. അയ്യോ പെണ്ണാണോ? പെണ്ണാണെങ്കിൽ തീർന്നു അല്ലേ? ആണാണോ? ആമേൻ. ആണായാലും പെണ്ണായാലും ആരുടെ സ്വരൂപത്തിലാ? ദൈവത്തിന്റെ സ്വരൂപത്തിലാണല്ലേ. ആമേൻ. അതെ, ദൈവത്തിന്റെ സ്വരൂപത്തിൽ ജീവിക്കാൻ കൃപ ലഭിച്ചവർ ഒന്ന് സന്തോഷിക്കുക. ഹല്ലേലൂയ. കുരങ്ങനെ പോലെ അല്ലല്ലോ, ആമേൻ. നായെ പോലെ അല്ലല്ലോ, ആമേൻ. മൂങ്ങയെ പോലെ അല്ലല്ലോ, കഴുകനെ പോലെ അല്ലല്ലോ, കാക്കയെ പോലെ അല്ലല്ലോ സൃഷ്ടിച്ചത്. നാൽക്കാലി മൃഗത്തെ പോലെ അല്ലല്ലോ, ആമേൻ. ഇഴജാതി മൃഗത്തെ പോലെ അല്ലല്ലോ, ദൈവത്തെ പോലെ, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ ഇന്ന് രാത്രി നന്ദിയോടെ ആണും പെണ്ണുമായി ഇന്ന് രാത്രി ആണായിട്ടുള്ളവരും പെണ്ണായിട്ടുള്ളവരും ഓ ദൈവത്തെ പോലെ ഈ ഭൂമിയിൽ അവന്റെ സാദൃശ്യത്തില് ജീവിക്കുവാൻ കൃപ ലഭിച്ചവര് ഓ കരമടിച്ചാട്ടെ. സ്ഥാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് സമാനാണെന്ന്. ഹല്ലേലൂയ. അവൻ ഇന്ന് രാത്രി നീ മനുഷ്യനായി ജീവിക്കണം. നീ ആണാണെങ്കിൽ ആണായിട്ട് ജീവിക്കണം. അവൻ പെണ്ണാണെങ്കിൽ പെണ്ണായിട്ട് ജീവിക്കണം. രണ്ടും കെട്ടവരായിട്ട് എന്ത് ചെയ്യരുത്. ആണാണെന്ന് ചോദിച്ചാൽ ആണാണ്, പെണ്ണാണോ എന്ന് ചോദിച്ചാൽ പെണ്ണാണ്. അങ്ങനെയുള്ളവരുണ്ടല്ലോ എന്ന് പറഞ്ഞ സ്വഭാവം. ആമേൻ. അതെ, നീ ആണാണെങ്കിൽ ആണിൻ്റെതാകട്ടെ, പെണ്ണാണെങ്കിൽ പെണ്ണിൻ്റെതാകട്ടെ. ഹല്ലേലൂയ. ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ പുരുഷത്വം കാണിക്കണം. ഹല്ലേലൂയ. ആമേൻ. രണ്ടും കെട്ടവരായിട്ട് അല്ലെ പറയാറില്ല അങ്ങനെയുള്ളവരെ കുറിച്ച്. സോറി, ക്ഷമിക്കണം. ഹല്ലേലൂയ. അതെ, നീ ആമേൻ വ്യക്തിത്വമുള്ളവനായി ലക്ഷ്യബോധമുള്ളവനായി ഹല്ലേലൂയ ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. വായിച്ച് വേഗം. ഓ ദൈവ ആണും പെണ്ണുമായി സൃഷ്ടിച്ചിട്ടാണ് വിട്ടില്ലെന്നേ അവൻ അവരെ അനുഗ്രഹിച്ചെന്ന്. ഇന്ന് രാത്രി നീ ഒരു അനുഗ്രഹമാണെന്ന് തിരിച്ചറിയുന്നെങ്കിൽ ഓ നീ ശപിക്കപ്പെട്ടവനാ, നീ കൊള്ളത്തില്ലെന്നേ, ഓ നീ രക്ഷപ്പെടത്തില്ലെന്നേ എന്ന് നിന്നെ നോക്കി പറയുമ്പോ അവൻ ആ അധികാരം നിന്നെ ഒതുക്കി ഒരു മൂലയിൽ അവൻ ഇല്ലാതാക്കാൻ ആ ശബ്ദത്തിന്റെ വാക്കുകൾ അവൻ ശക്തിയുള്ളതാകാം. ഒരു പക്ഷേ മന്ത്രമാർ അഭിചാര ക്ഷുദ്ര പ്രയോഗങ്ങൾ ഓ ചെയ്തിട്ട് നിന്നെ തകർക്കാൻ നോക്കുന്ന ദുഷ്ട ലോകത്ത് ഇന്ന് രാത്രി വചനത്തിന്റെ പരിജ്ഞാനം ഒന്ന് പ്രാപിച്ച് ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ആണും പെണ്ണുമായി സൃഷ്ടിച്ച ആമേൻ ഞാൻ ദൈവത്താൽ അത് അനുഗ്രഹിക്കപ്പെട്ടവരാണ്. എപ്പോ? സൃഷ്ടിച്ചതാണ്. ഹല്ലേലൂയ. ഓ പഠിച്ച് വലുതായി അച്ഛനോളം അമ്മയോളം എത്തിക്കഴിഞ്ഞിട്ട് അനുഗ്രഹിക്കപ്പെടുന്ന ഒരു സിസ്റ്റം അല്ല ദൈവം ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ദൈവം സൃഷ്ടിച്ച നാളിൽ തന്നെ അവരെ അനുഗ്രഹിച്ചു. മനസ്സിലായവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ആണായി പെണ്ണായി ജനിക്കാൻ കൃപ ലഭിച്ചവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. പിറന്ന് വീഴുന്ന കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാ. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ തിരിഞ്ഞു ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ പിന്നെ എപ്പോഴാ? അവൻ എന്റെ മൂത്ത കുഞ്ഞ് അല്പം മുമ്പ് എന്റെ ഇളയ കുഞ്ഞിനോട് പറയുന്നത് കേട്ടു, ഞാനും കുഞ്ഞുവാവയായിരുന്നപ്പം എല്ലാവരും എനിക്ക് എന്ത് ചെയ്യായിരുന്നു? ഉടുപ്പും ആമൻ ചോക്ലേറ്റും ഒക്കെ കൊണ്ടു തരുമായിരുന്നു. ആമൻ ഞാൻ വലുതായി കഴിഞ്ഞപ്പം എന്റെ സ്വഭാവത്തിന് ചില മാറ്റങ്ങൾ വന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല. മനസ്സിലായി തുടങ്ങി. മനസ്സിലായവർ ഒന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ആമേൻ. മനസ്സിലായോ? ആമേൻ. നിന്റെ സ്വഭാവത്തിന് എപ്പോഴാ മാറ്റം വരാൻ തുടങ്ങുന്നത്? ഈ അനുസരണക്കേട് എപ്പോഴാ വരുന്നത്? ആമേൻ. ദൈവം തന്റെ സ്വരൂപത്തിൽ അല്പം മാത്രം താഴ്ത്തി തേജസ് ബഹുമാനവും കൊടുത്ത് ആക്കി വെച്ച മനുഷ്യൻ. ഹല്ലേലൂയ. ആദ്യം ആമേൻ ദൈവം അവരെ ബ്ലെസ് ചെയ്തെന്ന്, ദൈവം അവരെ അനുഗ്രഹിച്ചെന്ന്. ആമേൻ. അടുത്ത വാക്യം. ദൈവം അവരെ അനുഗ്രഹിച്ചു,
ആണും പെണ്ണുമായിട്ട് ഇങ്ങനെ ഇന്നിപ്പോ ആർക്കും മക്കളെ വേണ്ട. ആമേൻ. മക്കളെ വേണ്ട എന്ന് വെച്ചിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരു തലമുറയുള്ള ലോകത്താ ഇന്ന് ആമേൻ ആധുനിക ലോകം. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആമേൻ അതെ സഹോദരിമാരെ, സഹോദരന്മാരെ, എന്നെ കേൾക്കുന്ന പുരുഷന്മാരെ, സ്ത്രീകളെ, എന്നെ കേൾക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ, ആമേൻ അതെ കൂട്ടുകൂടി ഇമ്പമായി വാഴുന്ന ഭൂമിയിലെ സ്വർഗമെന്ന വ്യവസ്ഥ സ്ഥാപിച്ച സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ആണായി പെണ്ണായി ആമേൻ സൃഷ്ടിച്ച ആമേൻ മനുഷ്യർ ആയി ഒറ്റയ്ക്കായിരിക്കുന്ന അന്നല്ല എന്ന് കണ്ടിട്ട് തക്കതായ തുണയെ നൽകിക്കൊടുത്തു. അവരിരുവരും ഒരുമിക്കുമ്പോ എന്തുണ്ടാകണം? സന്താനങ്ങൾ ഉണ്ടാകണം. ആമേൻ. സന്താന ഭാഗ്യമില്ലാത്തവരെന്ന് പറഞ്ഞ് അനേകര് ആമേൻ കണ്ണുനീരും ദുഃഖവും പേറി കഴിയുന്നുണ്ട്. എന്നാൽ നിന്നെ ആണാക്കി ഈ ഭൂമിയിലേക്ക് വിട്ടവൻ, ആ പെണ്ണാകാൻ അനുവദിച്ചവൻ, ആമേൻ നിന്നെ ആ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയ സമയത്ത് തന്നെ നിന്നെ അനുഗ്രഹിച്ചിരിക്കുക. ആ അനുഗ്രഹത്തിനകത്തുള്ളതാണ് ആമേൻ സന്താന പുഷ്ടി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ അനുഗ്രഹം അനുഭവിക്കുവാൻ ആമേൻ അതെ ഉരുവാക്കിയിരിക്കുന്ന ദൈവം ആമേൻ നിനക്കൊരു തലമുറയെ തരാൻ വിശ്വസ്തനാ. പക്ഷേ തലമുറ വാഴത്തില്ല, തലമുറയെ കാണുവാൻ അനുവദിക്കത്തില്ല, തലമുറ പുറത്തു വരത്തില്ലെന്ന് വാദിച്ച് നാളുകളായി നിന്നെ സങ്കടത്തിൽ ഇരുത്തിയിരിക്കുന്ന, നിന്റെ കണ്ണുനീരിലും ദുഃഖത്തിലും ആയിരിക്കുന്ന ആ അനുഭവത്തിനകത്ത് ഉലകത്തിൽ ആർക്കും ആമേൻ നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ കഴിയാതായിരിക്കുമ്പോ എന്റെ കണ്ണുനീരിനെ തുടച്ച അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സിട്ടാവാം ദൈവം ആരെന്ന് രുചിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ഇന്നേക്ക് 2020 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായിൽ ജനിച്ച കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, എന്നെ കാണുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം സ്വർഗം നൽകി. ആമേൻ. ഈ സത്യം, ഈ യാഥാർത്ഥ്യം വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലെ മനുഷ്യനാൽ അസാധ്യമായത് എന്റെ ദൈവത്താൽ സാധ്യമാ. അനവധി നിരവധി ആമേൻ ചരിത്ര സത്യങ്ങൾ ക്രോഡീകരിച്ചിരിക്കുന്ന സത്യവേദ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന വചനം ഒരു മനുഷ്യന്റെ ബുദ്ധിക്ക് എഴുതി ആമേൻ പൂർത്തീകരിച്ചതല്ല. ആമേൻ. മനുഷ്യനെ ദൈവം ഉപയോഗിച്ചെങ്കിലോ ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതിയിരിക്കുന്ന സത്യവേദ പുസ്തകത്തിനകത്തുള്ള വചനം തർജ്ജനം ചെയ്യാതെ ആര് വിശ്വസിക്കുന്നുവോ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്ന നിന്റെ മേൽ വെളിപ്പെടുത്തി ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ അധികാരമുള്ള സ്വർഗത്തിലെ ദൈവം നിന്റെ ശൂന്യതകളെ നികത്തുന്ന ദൈവമാണ്. അതിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായി ശൂന്യമായി പോയി. ഇന്ന് രാത്രി നിന്റെ ഭവനം ശൂന്യമാണോ? തലമുറകളില്ലാതെ സന്താന പുഷ്ടി ഉള്ളവരാൽ വ്യക്തി പെരുകുവാൻ ആക്കി വെച്ച മനുഷ്യന്റെ ജീവിതത്തിൽ തലമുറകൾ വാഴത്തില്ല, തലമുറകളെ കാണുവാൻ അനുവദിക്കത്തില്ല, തലമുറകൾ അകാലത്തിൽ പൊലിഞ്ഞുപോയി. ഇന്ന് ശൂന്യമായിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ശൂന്യതകളെ നികത്തുവാൻ ശക്തനായവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാത്ത. ഹല്ലേലൂയ. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ജീവിതത്തിൽ തലമുറയില്ലാതെ ആമേൻ ദീർഘവർഷങ്ങൾ അതെ സഞ്ചരിക്കേണ്ടി വന്നു. ഹല്ലേലൂയ. ആമേൻ. അബ്രഹാമിന്റെ ആമേൻ ഭാര്യയായ സാറയുടെ ഗർഭപാത്രം നിർജീവമായി പോയി. ആമേൻ. താൻ വാർദ്ധക്യത്തിലെത്തി. പുരുഷോത്പാദത്തിനുള്ള അതെ സന്താനം ഉണ്ടാകുന്നതിനുള്ള ആമേൻ എല്ലാം ആമേൻ ശരീരത്തിൽ ഇല്ലാതെ പോയി. ആമേൻ. എന്നാൽ ആമേൻ വിളിച്ചവൻ വിശ്വസ്തൻ. ആമേൻ. ഉലകത്തിൽ ആമേൻ വിശ്വസിക്കുവാൻ കൊള്ളാവുന്ന ആമേൻ അബ്രഹാമേ എന്ന് പേർ ചൊല്ലി വിളിച്ചവൻ ആമേൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ കേട്ട വാഗ്ദത്തം അത് അവന്റെ ജീവിതത്തിൽ നിറവേറിയെന്ന്. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നീ ദൈവശബ്ദം കേട്ടവനാണോ? നീ വാഗ്ദത്തം കേട്ടവനാണോ? ആ വാഗ്ദത്തം നിവർത്തിപ്പാൻ ദൈവം ശക്ത. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. വായിച്ച ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു. ദൈവം അവനെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വതാദിന്മേലും ആമേൻ സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവനോട് കൽപ്പിച്ചു. അപ്പൊ വാഴുവാൻ അറിവാക്കിയത് വീഴാനല്ല കേട്ടോ, തകരാനല്ലെന്ന്. രാജാക്കന്മാരെ പോലെ വാഴുവാൻ ജീവിക്കുവാൻ കൃപ ലഭിച്ചവരെ വീഴ്ത്തി
വിഴുങ്ങിക്കളഞ്ഞ ദുഷ്ടപിശാച് ഇന്ന് രാത്രിയിലും ആരെ വിഴുങ്ങേണ്ടതെന്ന് അലറിക്കൊണ്ട് നടക്കുന്ന സിംഹം പോലെ ചുറ്റിക്കൊണ്ടിരിക്കുക. ദൈവമാക്കി വെച്ചിരിക്കുന്നിടത്ത് നിന്ന് നിന്നെ വീഴ്ത്തിക്കളയുവാൻ. ഹല്ലേലൂയ. ഇന്ന് പകലിലും ആമേൻ പലരും വീണുപോയപ്പോ വീഴാതെ നിൽക്കുവാൻ കൃപ ലഭിച്ചവർ, ആ കൃപ അനുഭവിച്ചവർ ഇന്ന് രാത്രി ഈ ലൈവിൽ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ആ കരമടിക്കുന്ന കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം ഇങ്ങനെ: സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയോ. ഹല്ലേലൂയ. കണ്ടോ, സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവം അവരെ അനുഗ്രഹിച്ചു. നീ രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ, നീ സ്നാനപ്പെട്ടപ്പോൾ തന്നെ, നീ അഭിഷേകം പ്രാപിച്ചപ്പോൾ തന്നെ, നീ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോൾ തന്നെ ആമേൻ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിലൂടെ ജാതികൾക്ക് വരേണ്ടതിന്. യെസ്, ആ വചനത്തിന്റെ ശക്തി, ആ വചനത്തിന്റെ അർത്ഥം ഗ്രഹിക്കുന്നവർ ഇന്ന് രാത്രി ഈ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോൾ തന്നെ ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇനി ആരും അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണ്ട, ഓടണ്ട. ഹല്ലേലൂയ. നീ അനുഗ്രഹത്തിന്റെ പുറകെ പോകണ്ട, അനുഗ്രഹം നിന്റെ പുറകെ വരും. ആമേൻ. എന്റെ കുഞ്ഞിനെ നിർത്തി ഞാൻ പറയട്ടെ. ആമേൻ. എന്റെ കുഞ്ഞൊരു ഉടുപ്പിന് വേണ്ടി ആമേൻ ബഹളം വെച്ചില്ല. ഒരു ഉടുപ്പിന് വേണ്ടി ആരെയും ആമേൻ അത് വഴക്കുണ്ടാക്കിയില്ല. ഒരു ഉടുപ്പിന് വേണ്ടി ആമേൻ തല്ലി പൊളിച്ചില്ല. ആമേൻ ഉടുപ്പിന് വേണ്ടി ഉപവസിച്ചില്ല. പക്ഷേ ആഗ്രഹം പറഞ്ഞു. ഹല്ലേലൂയ. ആഗ്രഹം ആരോടാ? അവന്റെ അപ്പൻ എന്ന നിലയിൽ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ കൊടുത്ത മറുപടി, കുഞ്ഞെ ആമേൻ ഈ ലോക്ക്ഡൌണില് സ്വർഗത്തിൽ അപ്പച്ചനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. അപ്പച്ചൻ ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് തരുന്നത് മേത്തരമായതാ. ഞാൻ പറയട്ടെ, ഞാൻ വാങ്ങുകയായിരുന്നെങ്കിൽ ഒരു ചെറിയതൊക്കെ വാങ്ങുകയുള്ളായിരുന്നു. പക്ഷേ മേത്തരമായത് ഇന്ന് രാത്രി അത് നിരാശയോടായിരിക്കുന്ന ആരെങ്കിലും ഈ ലൈവിൽ ഉണ്ടെങ്കിൽ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവനായ ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്ങാൻ മടക്കാൻ തയ്യാറായ ലിബിയാദാന്റെ തലയെ തകർത്ത് കാടപ്പക്ഷിയാക്കി മരുഭൂമിയിലൂടെ സഞ്ചരിച്ച തന്റെ ജലത്തിന് ഇറക്കി കൊടുത്ത ദൈവം. ഹല്ലേലൂയ. നിനക്കും വേണ്ടത് നൽകി തരുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ആരെനിക്ക് വേണ്ടി തരും? അയ്യോ, എന്നെ സഹായിക്കേണ്ടവർ ആമേൻ മിണ്ടുന്നില്ലല്ലോ, എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടവർ അനങ്ങുന്നില്ലല്ലോ. ഇന്ന് രാത്രി ഞാൻ പറയാം, നിന്നെ ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കായി വിശ്വസ്തരെന്ന് എണ്ണി വേലക്കാക്കി വെച്ചിരിക്കുന്നത് ഈ ലോകത്തിലെ ഒരു മനുഷ്യനുമല്ല, ഉയരത്തിലെ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ് ആമേൻ ആ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ്, ആ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു അഭിഷക്തനാണോ, ഒരു ദൈവവൈദ്യനാണോ നീ ലജ്ജിച്ചു പോകുക സ്വർഗം അനുവദിക്കത്തില്ല. അവിടുത്തെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമാ നിന്റെ ബുദ്ധിമുട്ടുകളെ തീർത്തു തരാമെന്ന് പറഞ്ഞവൻ, ലോകത്തിൽ എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞവൻ ഇന്ന് രാത്രി നമ്മുടെ നാട്ടിൽ എല്ലാവിക്കൊണ്ടിരിക്കുന്നു. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഹല്ലേലൂയ, നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. അത് സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദാമെന്ന് പേരിടുകയും ചെയ്തു. ഹല്ലേലൂയ. ആമേൻ. മത്തായി സുവിശേഷം 19-ാം അധ്യായം 4-ാം വാക്യം, അതിനവൻ സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഈ രാത്രി എന്ത് പറയണം കർത്താവേ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ വചനമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ ആണാണോ, നീ പെണ്ണാണോ? ഹല്ലേലൂയ. ആണാണെങ്കിൽ ആണിനോട് പറഞ്ഞത് ആമേൻ നീ തിരിച്ചറിഞ്ഞ് ജീവിക്കണം. നീ പെണ്ണാണെങ്കിൽ പെണ്ണിനോട് പറഞ്ഞത് അനുസരിച്ച് ജീവിക്കണം. ഹല്ലേലൂയ. നീ ആണിന്റെ മേലെ കയറാൻ ശ്രമിച്ചാൽ ഹല്ലേലൂയ അത് നീ തകരാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. പുരുഷൻ ദൈവത്തിന്റെ പ്രതിമയാണ്. ഹല്ലേലൂയ. ചെവിയുള്ളവൻ കേൾക്കണം, ഹൃദയമുള്ളവൻ ഗ്രഹിക്കണം. പുരുഷൻ ദൈവത്തിന്റെ പ്രതിമയും ഹല്ലേലൂയ തേജസ്സുമാകയാൽ. നോക്കണേ, നിന്റെ വീട്ടിലുള്ള പുരുഷൻ, നിന്റെ ഭർത്താവ്, നിന്റെ പിതാവ്, നിന്റെ സഹോദരൻ, ആരുമായിക്കോട്ടെ, പുരുഷനാണോ, ആ പുരുഷനെ കുറിച്ച് സത്യ വേദ പുസ്തകം ഇങ്ങനെ പറയുന്നു: പുരുഷൻ ദൈവത്തിന്റെ പ്രതിമയും ഹല്ലേലൂയ തേജസ്സുമാകയാൽ മൂടുപടം ഇടേണ്ടതല്ല. സ്ത്രീയോ പുരുഷന്റെ തേജസ്സാകുന്നു. അതുകൊണ്ടാണ് അവിടെ തലയിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുമ്പോൾ മൂടുപടം ഇടണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. അപ്പൊ ഒരു പുരുഷന്റെ സ്ഥാനം, പുരുഷന്റെ നേരെ വിരൽ ചൂണ്ടുന്ന സ്ത്രീകളില്ലേ? പുരുഷൻ ഒന്ന് പറഞ്ഞ 4 പറയുന്ന സ്ത്രീകളില്ലേ?
പുരുഷന്റെ കരണക്കുറ്റി കടിക്കുന്ന സ്ത്രീകളില്ലേ, പുരുഷനെ വെട്ടി പീസാക്കുന്ന സ്ത്രീകളില്ലേ, അമ്മേ, അതെ, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ, അമ്മേ, അത് സ്ത്രീയല്ല, പുരുഷനല്ല, മനുഷ്യനായി പിറന്ന, അമ്മേ, അത് നീ ആണെങ്കിൽ, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായ അവൻ ചത്തുപോകുന്ന മൃഗങ്ങൾക്ക് സമനാണ്. ബോധവും ഇല്ല, വിവരവും ഇല്ല, പരിജ്ഞാനവും ഇല്ല, പിന്നെ കാണാൻ ഗ്ലാമറും ഉണ്ട്, കയ്യിൽ കുറെ പണവും ഉണ്ട്, എല്ലാം ആയെന്ന് ചിന്തിക്കരുത്. നീ പെണ്ണാണെങ്കിൽ, പെണ്ണായി ധരിച്ച നീ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ തയ്യാറാണ്. ഹല്ലേലൂയ. നീ ഒരു പുരുഷനാ, നീ ഒരു ആമേൻ പിതാവാ, നീ ഒരു ആമേൻ പൗരനാ. ഹല്ലേലൂയ. അതെ, വചനം പറയുന്നു, ആമേൻ, പുരുഷൻ ദൈവത്തിന്റെ പ്രതിമയും തേജസ്സുമാകയാൽ മൂടുപട ഇടേണ്ടതില്ല. സ്ത്രീയോ പുരുഷന്റെ തേജസ്സാകുന്നു. ആമേൻ. പല പുരുഷന്മാരും മൂടവിട ഇട്ട് നടക്കുന്നവരുണ്ട് അല്ലേ? ആമേൻ. ഹല്ലേലൂയ. എന്നാൽ സത്യവേദപുസ്തകം പറയുന്നത് എന്താ? ആമേൻ, പുരുഷൻ മൂടുപടം ഇടേണ്ടതില്ല, സ്ത്രീയോ പുരുഷന്റെ തേജസ്സാകുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രതിമയും ദൈവത്തിന്റെ തേജസ്സുമാണ് പുരുഷൻ. എന്നാൽ ഒരു പുരുഷന്റെ തേജസ്സാണ് സ്ത്രീ. ഇന്ന് രാത്രി ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർ തേജസ്സുള്ളതായി കാണണമെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, നിങ്ങളുടെ പാട്ട് എന്തെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ തയ്യാറാണ്. ഹല്ലേലൂയ. ദൈവം അവരെ അനുഗ്രഹിച്ചു. ആമേൻ. ആരെയാ? ആണായി പിറന്ന പെണ്ണായി പിറന്ന രണ്ട് വ്യക്തി ജീവിതങ്ങളെ ദൈവം ഒരുമിപ്പിച്ചു. അതാണ് വിവാഹം. വിവാഹം എന്ന വ്യവസ്ഥ ഈ ഭൂമിയിൽ സ്ഥാപിച്ചത് സ്വർഗത്തിലെ ദൈവമാണ്. ആമേൻ. അങ്ങനെ സ്ഥാപിച്ച ആ പ്രക്രിയയിലൂടെ അവർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ സദുദ്ദേശം അവർ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി. ആമേൻ. 1 നിർത്തരുതെന്ന്, 2 നിർത്തരുതെന്ന്, 3 നിർത്തരുതെന്ന് ലോകം പറയും നിർത്തണം. അപ്പോ ഇന്ന് രാത്രി എന്നോട് ചോദിക്കുക, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, ഞാൻ പരസ്യമായി ലൈവിലാ പറയുന്നത്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. എനിക്കൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ, ആമേൻ, എന്റെ ആമേൻ മൂത്ത മോളുടെ ഡെലിവറി ആമേൻ നോർമൽ ഡെലിവറി ആയിരുന്നു. ആമേൻ. മൂത്ത മോൾ ഉണ്ടായത്, വൈഫിന്റെ ഡെലിവറി ആമേൻ നോർമൽ ആയിരുന്നു. എന്നാൽ രണ്ടാമത്തെ ഡെലിവറി ആമേൻ 9 വർഷത്തിന് ശേഷം. ഹല്ലേലൂയ. ആമേൻ. അതെ, പാലക്കാട് ആയിരിക്കുമ്പോൾ ആമേൻ, പേര് പറയുന്നില്ല വിസ്താര ഭയത്താൽ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചുകൊണ്ടിരുന്നു. ആമേൻ. അവസാന സമയമായപ്പോൾ ഒക്കത്തില്ല, മറ്റെവിടെങ്കിലും, അങ്ങനെ മറ്റെവിടെങ്കിലും എന്ന് പറഞ്ഞപ്പോ അല്പം കൊള്ളാമെന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ച ആമേൻ ഒരിടത്ത് പോയി. ആമേൻ. ആ ഡെലിവറി സമയമായപ്പോൾ ക്രിറ്റിക്കൽ സ്റ്റേജാണ്. ആമേൻ. ഒന്നെങ്കിൽ അമ്മ അല്ലെങ്കിൽ കുഞ്ഞ്. അതുകൊണ്ട് കണ്ടെടുത്തെല്ലാം ഒപ്പിടാൻ പറഞ്ഞു. വായിക്കാൻ സമയം കിട്ടിയില്ല, ഒപ്പിട്ട് കൊടുത്തു. പിന്നെ മനസ്സിലാക്കിയത് ഓപ്പറേഷൻ ചെയ്തപ്പോൾ എല്ലാം കീറി മുറിച്ച് തുന്നിയെന്ന്. ആമേൻ. അങ്ങനെ ഒരു അബദ്ധം പറ്റിയത് കൊണ്ടാണ് ആമേൻ നിർത്തിപ്പോയത്. ഹല്ലേലൂയ. ഇവിടെ പെരുകി ഭൂമി നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിന്മേലും മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വതാലിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിനെന്ന് അവരോട് കൽപ്പിച്ചെന്ന്. ഹല്ലേലൂയ. ആരോടാ? ആണായി പറഞ്ഞ പെണ്ണായി പറഞ്ഞ ആമേ 2 പേര് ഒന്നിച്ച് ജീവിക്കുവാൻ ദൈവം അവസരം കൊടുത്തപ്പോ ഇങ്ങനെ ജീവിക്കണമെന്നാ പറഞ്ഞേ. 1 നിർത്തരുതെന്ന്, 2 നിർത്തരുതെന്ന്, ആമേ സ്റ്റോപ്പ് ആകുമ്പോൾ നിർത്തിക്കോണം. ആമേൻ. അങ്ങനെ വലിയ ആമേൻ ഒരു കുടുംബമായി ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ജീവിക്കേണ്ട മനുഷ്യനെ അതപ്പതിച്ച് വീഴ്ത്തിക്കളഞ്ഞ ദുഷ്ടപിശാചിന്റെ പദ്ധതിയെ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ ഇന്ന് രാത്രി ലൈവിലുണ്ടെങ്കിൽ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇളം തലമുറകൾ ഇന്ന് രാത്രി ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, സഹോദരിമാരെ, പുരുഷന്മാരെ, സ്ത്രീകളെ, ആമേൻ, അതെ, ദൈവത്തിന്റെ പ്ലാനും ദൈവത്തിന്റെ പദ്ധതിയും തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. ദൈവം നോവയെയും അവന്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ചു. അപ്പോ അടുത്ത ഒരു തലമുറയെ കുറിച്ച് കാണുവാൻ കഴിയുന്നത് നോഹ ലൈംഗിക അരാജകത്വം കൊടികൊത്ത് വാണുകൊണ്ടിരുന്ന ആ കാലഘട്ടങ്ങളിൽ, ഹല്ലേലൂയ, അതിലൊന്നും പെടാതെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിനുടമയായി ജീവിക്കുവാൻ കൃപ ലഭിച്ച നോഹയപ്പച്ചൻ ദുഷ്ടന്റെ ആലോചന പ്രകാരമല്ല, പാപിയുടെ വഴിയിലല്ല, പരിഹാസികളുടെ ഇരിപ്പിടത്തിലല്ല, പിന്നെയോ അവനെ അനുഗ്രഹിച്ച
അവനെ ആശീർവദിച്ച, അവന് തക്കതായ തുണയെ നൽകിക്കൊടുത്ത സിട്ടാവ ദൈവത്തെ അനുസരിച്ച അവൻ കൊടുത്ത കൃപയ്ക്ക് ഒത്തവണ്ണം അവന് മഹത്വം കൊടുത്തുകൊണ്ട് ജീവിച്ച നോഹയപ്പച്ചൻ ലോകത്തിൽ വെട്ടിപ്പിടിച്ച് മണിസൗധങ്ങൾ ഉണ്ടായി. ആ പെരുവെള്ളത്തിനകത്ത് ആ അടിസ്ഥാനമില്ലാത്ത മണലിന്മേൽ വീണ ആമേൻ പണിത വീട് അവൻ വീണ് പോകുന്നത് പോലെയല്ല. അവൻ കൃപ കൊടുത്ത സ്വർഗീയ പിതാവ് അവൻ പറഞ്ഞത് കേട്ട് അവൻ പറഞ്ഞതുപോലെ ഒരു പെട്ടകം പണിതു. ഹല്ലേലൂയ. അവൻ വീടൊക്കെ വെക്കുമ്പോ നല്ലതാ കേട്ടോ. വീട് വെക്കുന്നത് നല്ലതാ, കാറ് വാങ്ങുന്നത് നല്ലതാ, ഫ്ലാറ്റ് പണിയുന്നത് നല്ലതാ. അത് നിന്റെ ഇഷ്ടത്തിനാകരുത്, അത് കൂട്ടുകാരന്റെ ഇഷ്ടത്തിനാകരുത്, അത് നാട്ടുകാരുടെ ഇഷ്ടത്തിനാകരുത്. അത് അവൻ നിന്നെ ഉരുവാക്കിയ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടത്തിനാകണം. ചില വീട്ടിൽ എങ്ങനെയാണെന്നറിയാമോ? അവൻ ഭാര്യ പറയും അച്ഛക്ക അങ്ങനെ വേണ്ട, അപ്പൊ മക്കള് പറയും ഡാഡി ഇങ്ങനെ മതി. എന്നെ നോഹയപ്പച്ചൻ പെട്ടകം പണിതപ്പോ അവൻ അമ്മാമ്മയുടെ ഇഷ്ടത്തിനുമല്ല, കൊച്ചമ്മയുടെ ഇഷ്ടത്തിനുമല്ല, പിന്നെ ചിറ്റപ്പന്റെ ഇഷ്ടത്തിനുമല്ല, പിന്നെ അമ്മാച്ചന്റെ ഇഷ്ടത്തിനുമല്ല. അവൻ പെട്ടകം പണിതത് അവർക്ക് കൃപ കൊടുത്ത സർവശക്തരായ ദൈവത്തിന്റെ ഇഷ്ടത്തിനാ. അതുകൊണ്ടാണ് ഭൂമിയിൽ പെട്ടകം മാത്രം പൊങ്ങി ആ കുടുംബം മാത്രം രക്ഷപ്പെട്ടത്. ഇന്ന് രാത്രി ദൈവത്താൽ വാഴുവാൻ തക്കവണ്ണം കൃപ ലഭിച്ച ദൈവത്തിന്റെ പൈതലേ, നാട്ടുകാരുടെ ഇഷ്ടത്തിനാകരുത്, നേതാക്കന്മാരുടെ ഇഷ്ടത്തിനാകരുത്, പ്രഭുക്കന്മാരുടെ ഇഷ്ടത്തിനാകരുത് നീ ജീവിക്കേണ്ടത്. ഓ, നിന്നെ ഉരുവാക്കിയ കിട്ടാവ ദൈവത്തിന്റെ ഇഷ്ടത്തിനാ നീ പണിയുന്നതെങ്കിൽ ഓ നിന്റെ പണി അവൻ പരാജയപ്പെടുത്തില്ല, നിന്റെ ജീവിതം നശിക്കത്തില്ല. ഹല്ലേലൂയ. അവൻ യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ വചനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിക്കുന്നവർ ആമേൻ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ആ കരമടിച്ചുകൊണ്ട് കർത്താവിന് മഹത്വം കൊടുത്തേ. ആമേൻ അക്കാലത്ത് ആമേൻ അത് ബോധിച്ചവരെ ആമേൻ ദൈവത്തിന്റെ പുരുഷൻ സ്ത്രീകൾ ആമേൻ അതെ ദൈവത്തിന്റെ പുരുഷന്മാർ ആമേൻ മനുഷ്യരുടെ പുത്രിമാരെ ആമേൻ എന്ത് വിവാഹങ്ങൾ എന്ന് പറഞ്ഞ ആമേൻ ചേരേണ്ടതേ ചേരാവൂ. ഹല്ലേലൂയ. ബോധിച്ചതുപോലെ കാണുന്നതിന്റെ പുറകെ പോയി ജീവിതം ആമേൻ തൊലയ്ക്കരുത്. നീ ആണാണെങ്കിൽ നീ പെണ്ണാണെങ്കിൽ ബലമുള്ള കൈക്കീഴിൽ താണിരിക്ക്. തക്ക സമയത്ത് തക്കതായ തുണയെ നൽകി വാഴുവാൻ തക്കവണ്ണം ആക്കി വെക്കുന്ന ദൈവ ശബ്ദം ഇന്ന് രാത്രി ഓ കേൾക്കുന്നവർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. അങ്ങനെ ദൈവം നോഹയും അവന്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ചു. അവരോട് അരുളി ചെയ്തതെന്നാൽ നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവി. ഒന്നാമത്തെ സൃഷ്ടിപ്പിൽ ദൈവം സൃഷ്ടിച്ച ആദാമിനോട് ഹവ്വയോടും ഇത് തന്നെയല്ലേ പറഞ്ഞത്? അപ്പോ ആ പരമ്പര കഴിഞ്ഞ് വലിയൊരു നാശത്തിനകത്തുനിന്ന് രക്ഷപ്പെട്ട് നിൽക്കുന്ന കുടുംബത്തോട് പറയുകയാണ് ഹല്ലേലൂയ. എന്താ ദുരന്തം? തിന്നരുതെന്ന് പറഞ്ഞത് തീറ്റിക്കുന്ന ലോകം, തൊടരുതെന്ന് പറഞ്ഞാൽ തുടിക്കുന്ന ലോകം, എടുക്കരുതെന്ന് പറഞ്ഞാൽ എടുപ്പിക്കുന്ന ലോകം അല്ലേ? ഹല്ലേലൂയ. അങ്ങനെ എടുപ്പിച്ച് തകർന്നു പോയ കുടുംബം ആമേൻ. അത് നിമിത്തം കൊലപാതകന്മാർ, അത് നിമിത്തം വേണ്ടാധീനം ചെയ്യുന്നവർ ലോകത്ത് പ്രബലപ്പെട്ടു. അതിനിടയിൽ കൃപ പ്രാപിച്ച നോഹയെ പോലെ ഇന്ന് രാത്രി ഈ വഷളത്വം നിറഞ്ഞ ലോകത്ത്, ഈ പ്രതികൂലങ്ങളുള്ള ലോകത്ത് ആമേൻ ഈ അരാജകത്വമുള്ള ലോകത്ത് കൃപ ലഭിച്ചവർ, കൃപയാ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടവർ ഇന്ന് രാത്രി കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. അങ്ങനെ നോഹ ആമേൻ അതെ കുടുംബമായി ഹല്ലേലൂയ പെരുകി ഭൂമിയിൽ നിറവാൻ ആമേൻ തയ്യാറാകുകയാണ്. ഹല്ലേലൂയ. നോഹയും പുത്രന്മാരും അവന്റെ ഭാര്യമാരും പുത്രന്മാരുടെ ഭാര്യമാരും ജലപ്രളയം നിമിത്തം പെട്ടകത്തിൽ കടന്നു. നോക്കിക്കേ, അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിൽ ഭാര്യ, ഭർത്താവ്, മക്കൾ, മരുമക്കൾ. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. മക്കളെ ലഭിക്കാതിരുന്നില്ല. മക്കൾ ഉണ്ടായിട്ട് അവര് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് അകാലത്തിൽ പൊലിഞ്ഞു പോകുവാൻ ദൈവം അനുവദിച്ചില്ല. ആമേൻ. മക്കള് അത് പ്രായപൂർത്തി എത്തിയപ്പോ തന്നിഷ്ടത്തിന് പോയി ഏതെങ്കിലും ഒരുത്തിയെ വിളിച്ചോണ്ട് വരാൻ, ഒരുത്തനെ വിളിച്ചോണ്ട് വരുവാൻ ദൈവം അനുവദിച്ചില്ല. തക്കതായ തുണയെ ഒരുക്കി കൊടുത്തു. എത്ര സുന്ദരം
പറയാറില്ലേ നമ്മുടെ കേരളം എത്ര സുന്ദരമാണ്, പറച്ചിലേ ഉള്ളതേ. കേരളത്തിലുള്ള താങ്കളുടെ ജീവിതം ഇന്ന് രാത്രി എങ്ങനെയാ? കേരളത്തിൽ ജനിച്ച, ഇന്ത്യയിൽ ജനിച്ച, ലോകത്തിന്റെ ഏതോ മുക്കിലും മൂലയിൽ ജനിച്ച താങ്കളുടെ ജീവിതം ഇന്ന് എങ്ങനെയാ? അകാലത്തിൽ പൊലിഞ്ഞുപോയ മക്കളെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ജീവിച്ച് തീരുന്നതിന് മുമ്പ് ജീവിത പങ്കാളി തകർന്നുപോയ ദുഃഖം പേറി കഴിയുകയാണോ? അല്ല, ഭർത്താവുണ്ടായിട്ട് ഒരു വിധവയെ പോലെ കഴിയേണ്ടി വന്നവളാണോ? അത് ഭാര്യ ഉണ്ടായിട്ട് ആമേൻ ഒരു വിധവ, ആമേൻ ആമേൻ ഒരു ആമേൻ അനാഥനെ പോലെ കഴിയേണ്ടവരായി വന്നോ? ഇന്ന് രാത്രി ആമേൻ സ്വയം ഒന്ന് ആമേൻ ചിന്തിച്ച് ഒന്ന് കർത്താവിലേക്ക് തിരിയുവാൻ തയ്യാറാകും. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ദൈവം തക്കതായ തുണയെ ഒരുക്കി കൊടുത്തു. കൂട്ടുകൂടി ഇമ്പമായി വാഴുന്ന ഭൂമിയിലെ സ്വർഗമായി ജീവിക്കുവാൻ മനുഷ്യനെ ആക്കി വെച്ച ഈ ലോകത്ത് അവനെ വീഴ്ത്തിക്കളഞ്ഞ ദുഷ്ടപിശാച്, അതെ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വിഘടിച്ചു പോകുവാൻ, തലമുറകൾ തമ്മിൽ തകർന്നു പോകുവാൻ ആമേൻ ഊടാടി സഞ്ചരിക്കുന്ന ദുഷ്ടപിശാചിന്റെ പ്രവൃത്തി നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടുന്നുണ്ടെങ്കിൽ ലോകത്തിൽ ആർക്കും അതിനകത്ത് നിന്ന് നിന്നെ പുറത്തെടുക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട ഏകനാമം യേശു എന്ന നാമം. ആ നാമത്തിലൂടെ മാത്രമേ നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കപ്പെടത്തുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ നോഹിയും പുത്രന്മാരും അവന്റെ ഭാര്യയും പുത്രന്മാരുടെ ഭാര്യയും ജലപ്രളയ നിമിത്തം പെട്ടകത്തിൽ കടന്നു. ലോകത്തിൽ ആമേൻ മാറി മാറി വരുന്ന പ്രളയത്തിനോ ആമേൻ കെടുതികൾക്കോ ദാരിദ്ര്യത്തിനോ മഹാമാരിക്കോ നിന്നെയോ നിന്റെ തലമുറയെയോ നിന്റെ ജീവിത പങ്കാളിയെയോ നിന്റെ മരുമക്കളെയോ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. കാരണം കൃപയുടെ പെട്ടകത്തിന്റെ വാതിൽ അടയ്ക്കുന്നതിന് മുമ്പ് ഈ കൃപായുഗത്തിൽ നീ പെട്ടകത്തിലാണ്, ദൈവസഭയിലാണ് ആണെന്ന് പറഞ്ഞാൽ പോരാ. ഈ ലോകത്തിൽ കാണുന്ന ഏതെങ്കിലും ഒരു ലേബലുള്ള സഭയുടെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളത്തിന് ജയിക്കയില്ല എന്ന് പറഞ്ഞ നാഥൻ സ്ഥാപിച്ച ആ ദൈവസഭയുടെ അംഗമാണെങ്കിൽ നീ എന്റെ നാഥൻ അവൻ യേശുവാ. അവൻ നായകനായി നമ്മുടെ മുമ്പിലുണ്ട്. അവന്റെ വചനം അനുസരിച്ച് അവനേക്കാൾ അധികം ആരും വേണ്ടെന്ന് അവനാ പറഞ്ഞത് ലോകാവസാനത്തോളം കൂടെ ഇരിക്കാമെന്ന്. ഞാൻ പോയ മറ്റൊരു കാര്യത്തിന് അയക്കാമെന്ന് പറഞ്ഞെന്ന് അവൻ വന്ന് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുമെന്ന്. ഇവിടെ അതിരും വരമ്പും വെച്ച് ആമേൻ അതേ നേതാവാണെന്നും പറഞ്ഞ് ആമേൻ അതേ ആമേൻ ജീവിക്കുന്നവരുടെ പുറകെ പോയി ആയുസ് നഷ്ടപ്പെടുത്താതെ ഹല്ലേലൂയ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തിയ വചനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് പരിജ്ഞാനം പ്രാപിച്ച് ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നവൻ ആമേൻ തകർന്നു പോകുവാൻ അനുവദിക്കാതെ ആമേൻ കഷ്ടങ്ങളിലും ഏറ്റവും അടുത്ത തുണയായി കടന്നു വരുന്നവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഈ പകലും ഓടിതൻ കുഞ്ഞിനെ ചിറകിന്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ കഴുകൻ കുഞ്ഞിനെ ചിറകിന്റെ വീതെ വഹിക്കുന്നത് പോലെ ഇന്ന് പകലിലും അവന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞെങ്കിൽ കരപടിച്ച കർത്താവിന് മഹത്വം കൊടുക്കാൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഈ മെസ്സേജ് കേൾക്കുന്നവർ എന്നോടല്ല, മെസ്സേജ് കേൾക്കുന്ന നിങ്ങൾ ഏത് രാജ്യത്തായിരുന്നാലും ഏത് ഭവനത്തിലായിരുന്നാലും ഏത് കണ്ണുനീരിന്റെ ഏത് ദുഃഖത്തിന്റെ ഏത് നിലവിളിയുടെ മധ്യയായിരുന്നെങ്കിലും ഇന്ന് രാത്രി ഈ മെസ്സേജിന് ഒറ്റ ലക്ഷ്യമുള്ളൂ, നിങ്ങൾ ഇരിക്കുന്നിടത്തിരുന്ന് യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിലേക്ക് എത്തണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യത, നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യ രാജ്യം നഷ്ടപ്പെടരുത്. ഒരുപക്ഷെ നിങ്ങൾക്ക് മുന്നമേ ഞാൻ മാറ്റപ്പെട്ടേക്കാം. ആമേൻ. ആയാലും ഹല്ലേലൂയ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനം ഇന്ന് രാത്രി നിങ്ങളെ നിത്യതയിലേക്ക് അടുപ്പിക്കുന്നതാ, ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതാ. അത് മുറുകെ പിടിക്കുവാൻ, നിങ്ങളെ വീഴ്ത്തിക്കളയുവാൻ ഊടാടി സഞ്ചരിക്കുന്ന ദുഷ്ടപിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് കർത്താവിൽ ആമേൻ ബലപ്പെടുവാൻ, ആമീത ബലത്തിൽ ശക്തിപ്പെടുവാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നവർ കരപടിച്ച കർത്താവിനെ മഹത്വം കൊടുക്കുക. ഞാൻ നിങ്ങളെ കടാക്ഷിച്ച് സന്താന സമ്പന്നരാക്കി പെരുക്കുകയും നിങ്ങളോടുള്ള എന്റെ നിയമം സ്ഥിരമാക്കുകയും ചെയ്യും. അപ്പോ സ്വർഗത്തിലെ ദൈവത്തിന്റെ നിയമം ഞാൻ നിങ്ങളെ കടാക്ഷിച്ച് സന്താന സമ്പന്നരാക്കി പെരുക്കുകയും നിങ്ങളോടുള്ള എന്റെ നിയമം സ്ഥിരമാക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പേ. ആരാ കീഴ്പ്പെടേണ്ടത്? ആർക്കാണ് കീഴ്പ്പെടേണ്ടത്? വചനം പറയുന്നു എഫെസ്യ ലേഖനം 5-ാം അധ്യായം 21-ാം വാക്യം, ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ ഏതെങ്കിലും ഭർത്താക്കന്മാർക്കല്ല, സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുക. ചിലരുണ്ട് സ്വന്തം വീട്ടിലെ ഭർത്താവിന് കീഴടങ്ങിയില്ല, അയലക്കത്തെ വീട്ടിലെ ചേട്ടന് കീഴടങ്ങി. ക്ഷമിക്കണം.
ലോകം അങ്ങനെയാണ്. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തുവിന്റെ മടങ്ങിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവവൈതലാണോ നീ? ആണാണോ നീ? പെണ്ണാണോ? പെണ്ണാണെങ്കിൽ വചനം പറയുന്നു, ഭാര്യമാരെ, വിവാഹപ്രായം എത്തിക്കൊണ്ടിരിക്കുന്ന സഹോദരിമാരെ, നിങ്ങൾ എന്നും പാവാട പ്രായത്തിൽ ഇരിക്കത്തില്ല. നിങ്ങൾ ആമേൻ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സമയമുണ്ട്. അന്ന് നിങ്ങൾ ഭർത്താക്കന്മാർക്ക് മീതെയല്ല, ഭർത്താക്കന്മാർക്ക് കീഴെ. ഹല്ലേലൂയ. ആമേൻ. ഭാര്യമാരെ, കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവേ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. മിക്ക വീട്ടിലും ഡോറ് ചെന്ന് മുട്ടുമ്പോ ഓടി മല്ലടിക്കുമ്പോ ഏട്ടാ അവിടെ എട്ടനെ ഒരു മൂലയ്ക്ക് ഇരുത്തിയിട്ട് ഓടി വരുന്നത് ആരാന്നറിയോ? മാല. മനസ്സിലായവർ കരവടിച്ച് കർത്താവുണ്ടാകും. വീട്ടില് ആമേൻ എന്തെങ്കിലുമൊക്കെ കാര്യം തീരുമാനിക്കുന്നത് ആമേൻ തല അവിടെ ഇരിക്കുക. ഈ പാമ്പിന്റെ തലയടിച്ച പിന്നെ വാല് കടന്നെന്ത് ചെയ്യും? ആടുകല്ല പടയ്ക്ക്. ചില വീട്ടിലെ ഭാര്യമാർ അങ്ങനെയാ. ആമേൻ എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും ഉടനെ ഒന്ന് പടപടപട. ഇന്ന് രാത്രി ആമേൻ അത് തലയിരിക്കുമ്പോ വാലാടണ്ട കേട്ടോ. ആമേൻ. മനസ്സിലായവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേൻ. ഭാര്യമാർ ആമേൻ അത് ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടണം. ആമേൻ. കുടുംബത്തിലെ പ്രശ്നം പരിഹരിക്കപ്പെടും. ഹല്ലേലൂയ. അയ്യോ ഇതിയാനെ കെട്ടി അങ്ങ് തുടങ്ങിയതാ. ഇതിയാനെ കിട്ടി അങ്ങ് തുടങ്ങിയതാ. ഇതിയാന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയത് എന്റെ കഷ്ടകാലം. കഷ്ടകാലം അല്ലെന്നേ, നല്ല കാലം തുടങ്ങിയതാ. കാരണം നീ ആർക്കും മെരുങ്ങാത്ത ഒരു മെതിയാനയായിരുന്നു. സോറി. ഹല്ലേലൂയ. നിന്നെ മെരുക്കാൻ അങ്ങേരെ കൊണ്ട് ഒക്കത്തുള്ളെന്ന് തമ്പുരാന് മനസ്സിലായി. അതുകൊണ്ട് ആ 4 കാലം വന്ന് തമ്പേറിൽ അടിക്കുന്ന പോലെ ഈ ഇടിയാണെങ്കിൽ ഇടി, വെട്ടാണ് കീഴടങ്ങുന്ന. നീ കീഴടങ്ങിയ അടിയും കിട്ടത്തില്ല, ഇടിയും കിട്ടത്തില്ല, തൊഴിയും കിട്ടത്തില്ല. എനിക്കറിയാം. സ്തോത്രം വരത്തില്ല, ആമേൻ വരത്തില്ല, കമന്റ് വരത്തില്ല. ഇന്ന് രാത്രി ആമേൻ അടി ഇടി മിന്നലൊന്നും നിന്റെ വീട്ടിൽ ആമേൻ സ്ഥിരം വെളിപ്പെടാതിരിക്കണമെങ്കിൽ ആമേൻ നീ അങ്ങ് താഴെ ക്രൂശിലെ മനസ്സിൽ മരണത്തോളം തന്നെത്താൻ താഴ്ത്തിയെന്ന്. എന്തോ ചൂടാണ്. പുതിയ പുതിയ പാട്ടുകളൊക്കെ എഴുതി പാടുന്ന ഒത്തിരി സഹോദരിമാരുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പക്ഷേ നീ എത്ര എഴുതിയാൽ, നീ എത്ര പാടിയാൽ ആമേൻ നീ താണിരുന്നാൽ മാത്രമേ നിന്റെ ഭർത്താവ് ഉയരത്തുള്ളൂ, നീ ഉയരത്തുള്ളൂ, നിന്റെ തലമുറ ഉയരത്തുള്ളൂ. ഹല്ലേലൂയ. കഴിവുണ്ടെന്നോ പണമുണ്ടെന്നോ ഗ്ലാമർ ഉണ്ടെന്നോ ഓർത്ത് അഹങ്കരിക്കരുത്. ഹല്ലേലൂയ. അഹങ്കരിച്ചവരെല്ലാം ആമേൻ താളടിയായിട്ടുണ്ട്. ആമേൻ. വേരും കൊമ്പും ശേഷിക്കാതെ സകലതും തീയിലിട്ട് ചുട്ട് കളയുന്ന ഒരു സമയം വരാൻ പോവാ. ഇരിക്കുന്നവര് ചിരിച്ചോ, കമന്റിടുന്നവര് കമന്റടിച്ചോ. ഇന്ന് രാത്രി ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. ചില ഭർത്താക്കന്മാരുണ്ട്, ഞാൻ പോവാ, നീ പോയിക്കോ അങ്ങാടിയിൽ, നീ പോയിക്കോ കല്യാണത്തിന്, നീ പോയിക്കോ, എല്ലാം തല ചെയ്യേണ്ടതെല്ലാം എങ്ങോട്ടാ? ഇന്ന് രാത്രി നിന്റെ ജീവിതം ആമേൻ തകർന്നു പോകാൻ സാധ്യതയുള്ള ലോകത്ത്. അതുകൊണ്ട് ആമേൻ പുരുഷന്മാരെ, നീ ആരാണ്? ദൈവത്തിന്റെ പ്രതിമയാ, ദൈവത്തിന്റെ തേജസ്സ. ഭാര്യമാരെ, നിങ്ങൾ പുരുഷന്റെ തേജസ്സ. ഹല്ലേലൂയ. ആമേൻ. ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരികളെ ഭർത്തൃപ്രിയന്മാരും പുത്രപ്രിയന്മാരും. അപ്പൊ ഭാര്യമാരോട് ആരോട് പ്രിയം വേണം? യൗവനക്കാരികളെ ഭർത്താക്കന്മാർ അല്ലെ, ഭർത്തൃപ്രിയന്മാരും പുത്രപ്രിയന്മാരും. മക്കളെ നോക്കാൻ സമയമില്ലെന്ന്. അതുകൊണ്ട് അംഗൻവാടിയിലോ പിന്നെ എവിടെയാ ഡേ കെയറിലോ ഒക്കെ കൊണ്ട് ഇട്ടിട്ട് ഓടരുതെന്ന്. ഹല്ലേലൂയ. യൗവനക്കാരികളെ, അയ്യോ യൗവനത്തിൽ കല്യാണം കഴിച്ചിട്ട് സമയമില്ലെന്ന് ആമേ ചോര മാറാത്ത കുഞ്ഞിനെ അമ്മായിമാരെ ഒക്കത്തോട് വെച്ചു കൊടുത്തിട്ട് പിന്നെ അങ്ങനെ പറക്കുക പ്ലെയിനിൽ കയറി വെട്ടിപ്പിടിക്കാൻ.
പിന്നെ അമ്മയെ കാണുന്നത്, അപ്പനെ കാണുന്നത് ഫ്ലൈറ്റ് പോലിരിക്കുന്ന മറ്റേ ഇപ്പോഴത്തെ മൊബൈൽ ഉണ്ടല്ലോ, അതിനകത്തൂടെയാ. യൗവനക്കാരുത്തികളെ, ഭർത്തൃപ്രിയമാർ, രാവിലെ എഴുന്നേറ്റ് ഭർത്താവിന് ഒരു ഗ്ലാസ് ചായ കൊടുക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ? നീ സമ്പാദിച്ച് കോടി അയച്ചു കൊടുത്തിട്ട് ആമേൻ ഹോട്ടലിൽ പോയി കഴിക്കേണ്ട ഗതികേട് നിന്റെ ഭർത്താവിനുണ്ടെങ്കിൽ നിന്നോളം ഹല്ലേലൂയ. യൗവനക്കാരുത്തികളെ, ഭർത്തൃപ്രിയന്മാരും പുത്രപ്രിയന്മാരും സ്വന്തം ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന തലമുറയെ ആമേൻ വളർത്തുവാനുള്ള ഉത്തരവാദിത്വം ആർക്കാ? ആയമാർക്കല്ല, അംഗൻവാടിക്കാർക്കല്ല, ഡേ കെയറിനല്ല. ദഹിക്കാനിട്ട് ഛർദിക്കുന്നത് പോലെ ഛർദിച്ചിട്ട് പോകാനല്ല, സന്താന പുഷ്ടി ഉള്ളവരാൽ പെറ്റു പെരുകുവാൻ, അവരെ വളർത്തുവാൻ ഉത്തരവാദിത്വമുള്ളവർ. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് വ്യതിചലിക്കുന്നത് കൊണ്ടാ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സത്യം ആമേൻ, സത്യം ആമേൻ മാത്രമേ നിലനിൽക്കത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരുത്തികളെ, ഭർത്തൃപ്രിയന്മാരും പുത്രപ്രിയന്മാരും സുബോധവും പാതിവ്യത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുന്നവരുമായിരിക്കും. ആമേൻ. സുബോധം വേണം. ഏതെങ്കിലും സ്ഥലത്ത് സുബോധം നഷ്ടപ്പെട്ട് കറങ്ങി നടക്കേണ്ടവളല്ല. പാതിവ്യത്യമുള്ളവരും വീട്ടുകാര്യം നോക്കണം. യവനമായി കല്യാണം കഴിച്ച് ആമേൻ 10 ദിവസം കൂടെ നിന്നിട്ട് ആമേൻ പൊങ്ങി ഏതോ നാട്ടിൽ പോയി ആമേൻ കിടക്കാനല്ല വചനം പറയുന്നത്. വീട്ടുകാര്യം നോക്കണം. നാട്ടിലെ കാര്യം നോക്കി നടക്കുന്നത് കൊണ്ട് നിന്റെ തലമുറ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വീട്ടുകാര്യം നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടണം. ഭർത്താവ് അറിയാതെ ചാറ്റിങ്ങും ഡയലോഗും ടിക്ടോക്ക് പിന്നെ തീർന്നു, ഇനി വാക്യം തീരാൻ പോവാ. ഇന്ന് രാത്രി ഭാര്യ അറിയാതെ ഭർത്താവ് അറിയാതെ ചാറ്റ് ചെയ്യുന്ന പരിപാടി നിർത്തിക്കോണം. ആമേൻ. അതേ ഇടപാട് നിർത്തിക്കോണം. ആമേൻ. നിന്റെ തലമുറ തകരുന്നത് കാണാതിരിക്കണമെങ്കിൽ ദൈവവചനത്തിൽ അതേ അടിയുറച്ച് വിശ്വസിച്ച് ജീവിക്കാൻ തയ്യാറാകണം. അല്ലാത്ത കുടുംബങ്ങളെല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാ, തലമുറകളെല്ലാം അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ആടുകളെയും കാളകളെയും എല്ലാ കാട്ടിലെ മൃഗങ്ങളൊക്കെയും ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്ര മാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ. ഹല്ലേലൂയ. അവൻ ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിപ്പാൻ കൃപ ലഭിച്ചവർ. ആമേൻ. അത് നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയോ, നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയായിരിക്കും. ആമേൻ. നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവർത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി. ഹല്ലേലൂയ. സകലവും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. സകലവും അവനെ കീഴാക്കിയതിനാൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. ശരിയല്ലേ? വീട്ടിലെ ഉറുമ്പ് കടിച്ച വേദന അല്ലേ? വീട്ടിലെ ആമേൻ ആമേൻ എല്ലാരും ഇപ്പൊ നിന്റെ മേലെ കയറുകയാണ്. നാട്ടിലല്ല നിന്റെ മേലെ കയറുകയാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണെന്നറിയാമോ? അനുസരണക്കേട്, വചനം അനുസരിക്കാത്തത്. ഹല്ലേലൂയ. യഹോവയായ ദൈവം ആമേൻ പാമ്പിനോട് കൽപ്പിച്ചത് ഈ മനുഷ്യനെ ഇങ്ങനെ വീഴ്ത്തി കളഞ്ഞ ഒരു മൃഗം ആമേൻ പിശാചായി കയറി വന്നു കേട്ടോ. അവന്റെ പേരാ പാമ്പ്. നീ ഇത് ചെയ്യുകൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോ ശാപമില്ലാതെ ആമേൻ സൃഷ്ടിച്ച ഒരു ഇഴജാതി ശപിക്കപ്പെട്ടത് എങ്ങനെയായി മാറിയത്? എങ്ങനെയാണ് ശാപത്തിനിരയായത്? നീ ഇത് ചെയ്തത് കൊണ്ട്. എന്താ ചെയ്തത്? ഭർത്താവ് ജോലിക്ക് പോയപ്പോ ഭാര്യയുടെ അടുത്ത് ചെന്ന് സമയം ചെലവഴിച്ച് ഭാര്യയെ തെറ്റിച്ചു, ഭാര്യ ഭർത്താവിനെ തെറ്റിച്ചു. അങ്ങനെ ആ കുടുംബത്തിൽ കൊലപാതകരായി. ഇതിന് കാരണക്കാരനായ പാമ്പിനോട് സിട്ടാവാൻ ദൈവം പറഞ്ഞു, നീ ഇത് ചെയ്തുകൊണ്ട് എല്ലാ കന്നുകാലികളിലും
എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ശാപം വരുന്ന വഴി അറിഞ്ഞോണം കേട്ടോ. നിന്നോട് പറയുന്നത് നീ കേട്ട് അനുസരിച്ച് ജീവിക്കാൻ തയ്യാറായില്ലെങ്കിൽ നിന്നെ ഉലകത്തിൽ ജനിപ്പിക്കുവാൻ കാരണമായ ദൈവം തമ്പുരാൻ നിന്റെ മേൽ ശാപമയക്കും. നീ ഉരസ് കൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലമൊക്കെ പൊടി തിന്നു. ചിലര് പറയും പഴയ നിയമം നോക്കണ്ട, പുതിയ നിയമം മാത്രം നോക്കിയാൽ മതി. എന്താ കാര്യം? അതുകൊണ്ട് ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയില്ല. എന്റെ പൊന്ന് സഹോദരങ്ങളെ, യേശുവിനെ ഒരിക്കൽ രക്ഷകനായി സ്വീകരിച്ചിട്ട് നിനക്ക് ലൈസൻസ് കിട്ടിയെന്നും പറഞ്ഞ് നീ ദുഷ്ടന്റെ കൂടെ, പാപിയുടെ കൂടെ, പരിഹാസികളുടെ കൂടെ നടന്ന ശാപം വരും, വരാതിരിക്കത്തില്ല. നിന്റെ കയ്യിലിരിപ്പ് ശരിയാക്കണം. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്. ആ പുതിയ സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ പോരാ, അങ്ങനെ ജീവിക്കാൻ നീ തയ്യാറാണ്. ഹല്ലേലൂയ. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കുക. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. സ്ത്രീയോട് കൽപ്പിച്ചത് ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. അയ്യോ, ഇന്ന് വേദനിക്കാൻ പറ്റില്ല ആർക്കും. ആമേൻ. സിസേറിയൻ മതിയെന്നേ മുൻകൂർ ജാമ്യം എടുക്കുന്ന പോലെയാ. എന്റെ മോക്ക് വേദനിക്കാൻ പറ്റത്തില്ല തീരുമാനിക്കുന്ന അമ്മയാണ്. നിനക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടാ ഇങ്ങനെ ഇല്ലാത്ത വഴക്കും വയ്യാവേലിയൊക്കെ ഉണ്ടാക്കി അട്ടയെ ചുരുട്ടുന്ന പോലെ ചുരുട്ടിയിട്ട് നട്ടലിന് ഇഞ്ചക്ഷനും കൊടുത്തു. ആമേൻ. കീറിയെടുക്കുന്ന ആമേൻ. അതെ, സഹോദരിമാരോട് ചോദിച്ചാൽ അറിയാം, ജീവിതകാലത്തിൽ ഒരിക്കലും നടുവേദന പോകുന്ന പ്രശ്നമില്ല. നിന്റെ അമ്മയുടെ കുഴപ്പമാ അല്ലെങ്കിൽ നിന്റെ കുഴപ്പമാ. മനസ്സിലായോ? ആമേൻ. അതെ, നോർമൽ ഡെലിവറി ഹല്ലേലൂയ. അതെ, ദൈവം അതെ നൽകാം. ആമേൻ. ആമേൻ. ദൈവസന്നിധിയിൽ കരയാനും പ്രാർത്ഥിക്കാനും ദൈവത്തോട് അടുക്കുവാനും തയ്യാറാകണം. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ കീറും മുറിക്കും. ആമേൻ. പലതും നടക്കും. ഹല്ലേലൂയ. മനുഷ്യനോട് കൽപ്പിച്ചതോ നീ നിന്റെ ഭാര്യയുടെ വാക്കനുസരിക്കുക. കണ്ടോ, അന്ന് മുതലാ ഈ ഭാര്യമാരുടെ വാക്ക് അനുസരിക്കേണ്ടി വന്നത്. ഇന്ന് മിക്ക വീട്ടിലും അങ്ങനെയല്ലേ? നല്ലതാ കേട്ടോ. ദൈവം പറഞ്ഞത് അയ്യോ സഹോദരിമാർക്കൊക്കെ ഭയങ്കര ചിരിയാ. കാരണം ആമേൻ വചനം പറയുന്നുണ്ടാ ഭാര്യയുടെ വാക്ക് നീ അനുസരിക്കുന്നു. കണ്ടോ മനുഷ്യ, ദൈവം പോലും പറയുന്ന ആമേൻ എന്റെ വാക്ക് കേൾക്കണമെന്ന്. എന്തുകൊണ്ടാ? അനുസരണക്കേട് കാണിച്ചതുകൊണ്ട്. തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തത് കൊണ്ടാണ് നിന്റെ നിമിത്തം ഭൂമി. അയ്യോ കണ്ടോ, ഇത് നല്ലതല്ലെന്ന്, ഇത് ശാപമാണ്. കൺവാക്ക് കേൾക്കുന്നവൻ പെരുവഴിയിലാന്ന് പറഞ്ഞു കേട്ടില്ലേ? നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഭാര്യമാരുടെ വാക്ക് കേട്ട് പോകുന്നത് എന്നോർത്ത് ഭാര്യ പറയുന്നത് കേൾക്കരുതെന്നാണോ? അല്ല. ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണം. ഭർത്താവ് തീരുമാനിക്കണം. എന്താ അച്ചാച്ചൻ അവിടെ ഇരി, ഞാൻ തീരുമാനിക്കാന്ന അല്ലെ? ഡോ അവിടെ ഇരി, ഞങ്ങള് ഭരിക്കാന്ന്, ഞങ്ങള് ചെയ്യാത്ത കാര്യം. ഹല്ലേലൂയ. ലോകം അങ്ങനെയാ, എന്നാൽ വചനം അങ്ങനെയല്ല പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. മുള്ള പറക്കാരെയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. നിലത്ത് നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചെരുവോളം മുഖത്തെ വേർപ്പോടെ ഉപജീവനം കഴിക്കണം. കേട്ടോ, അതിൽ ഈ വേർപ്പൊക്കെ വന്നത് ഇതുകൊണ്ടാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. വിയർപ്പോടെ എന്ത് ചെയ്യണം? ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. മനുഷ്യൻ തന്റെ ഭാര്യയ്ക്ക് ഹവ്വ എന്ന് പേരിട്ടു. അവൾ ജീവനുള്ളവർക്കല്ല മാതാവല്ലോ. അപ്പൊ ആദ്യത്തെ മാതാവ് ആരാ? ആമേൻ, ഹവ്വയാണ്. ഹല്ലേലൂയ. ഹവ്വയിൽ നിന്നുണ്ടായവരാ ഈ ഭൂമിയിലുള്ളവരെല്ലാവരും സഹോദരി സഹോദരന്മാരാ. പിന്നെ ഹല്ലേലൂയ. ആമേൻ. അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് ആമേൻ യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ച് തിന്നും, എന്നേക്കും ജീവിപ്പാൻ സംഗതി വരാറുണ്ട് എന്ന് കൽപ്പിച്ച് അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവന് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തായി. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കി കളഞ്ഞു. ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജാലയുമായി നിർത്തി.
ഹല്ലേലൂയ. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലം കഴിഞ്ഞു. ഇപ്പോ കൃപയായ വിശ്വാസത്തിലേക്ക് വരുന്നവർക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യം. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസത്വത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സുമാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ. സർവസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞെരുങ്ങി ഇറ്റുവോ നോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. അല്ലെ, എവിടെ തിരിഞ്ഞാലും കണ്ണുനീരാണ്, എവിടെ നോക്കിയാലും ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. അത് മനുഷ്യവർഗത്തിന് മാത്രമല്ല, മൃഗജാലങ്ങളാകട്ടെ, പർവ്വജാതികളാകട്ടെ, ആമേൻ, പ്രകൃതിയിൽ പോലും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിഞ്ഞിറങ്ങുന്നു എന്ന് പറഞ്ഞാൽ, പ്രത്യാശയുള്ളവനായി ജീവിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, അവന്റെ വരവിന് വേണ്ടി ഞാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആമേൻ. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണാത്തതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. നമ്മുടെ കർത്താവ് മടങ്ങി വരുവാൻ സമയമായി. അവന്റെ മടങ്ങി വരുവാൻ വേണ്ടി കാത്തിരിക്കുന്നവർ, ഇന്ന് രാത്രി പ്രത്യാശയുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അത്യുന്നതനായ ദൈവം അവൻ സന്തോഷിച്ചു. കാരണം അവന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരേ ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ. ഹല്ലേലൂയ. ആണും പെണ്ണും ദൈവത്തിന്റെ സ്വരൂപത്തിലാണ്. അതായത് നാം സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ്. സന്തോഷത്തോടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാത്ത, കരഞ്ഞു പോകരുത്. ആമേ. നിന്നെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ ദുഃഖിക്കരുത്. നിനക്ക് കളർ കുറവാണെന്ന് പറഞ്ഞ് നീ ദുഃഖിക്കരുത്. നിനക്ക് ഗ്ലാമർ കുറവാന്ന് പറഞ്ഞ് നിനക്ക് വിദ്യാഭ്യാസം കുറവാന്ന് പറഞ്ഞ് നീ ദുഃഖിക്കരുത്. ഹല്ലേലൂയ. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിന്മേലുള്ള പർവ്വജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവന്റെ കൽപ്പന പ്രകാരം സൃഷ്ടിക്കപ്പെട്ട് ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ, ഹല്ലേലൂയ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തെന്ന് ഇന്നേക്ക് 2020 വർഷങ്ങൾക്കപ്പുറം ഈ ഭൂമിയിലേക്ക് പിതാവായ ദൈവം അയച്ച ദൈവപുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവ വൈതലായി ജീവിക്കാം. ഈ സത്യം നിഷേധിക്കുന്നവരുണ്ട്. ഈ സത്യം വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി നിത്യജീവൻ അവകാശിയായി ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഹല്ലേലൂയ. ദൈവം ഒരു ആത്മാവാണെന്ന്. ഹല്ലേലൂയ. അതിനാൽ നാമും മനുഷ്യ ശരീരങ്ങളിൽ ആമേൻ ആ ആത്മാവിന് സ്ഥാനം കൊടുക്കണം. ഹല്ലേലൂയ. ഈ ജഡത്തിൽ ജീവിക്കുന്ന എന്റെ നിങ്ങളെ അകത്ത് ആത്മാവാ ദൈവത്തെ ആമേൻ കൊണ്ടുവരണം. എങ്ങനെയാ? ആമേൻ. ദൈവത്തിന് ഒരു ഇച്ഛാശക്തിയുണ്ട്. നാമും അങ്ങനെ തന്നെ. അവന് വികാരങ്ങളുണ്ട്. അത് നമ്മിലും ആമേൻ അവൻ വെളിപ്പെടുത്തുന്നു. വാസ്തവത്തിൽ അവിടുത്തെ എല്ലാ ഗുണവിശേഷങ്ങളും നമ്മളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും മനുഷ്യരാശിയുടെ പതനത്തിലേക്ക് നയിച്ച പാപം നമ്മുടെ ജീവിതത്തിലേക്ക് അഴിമതിയും അപജയവും അവതരിപ്പിച്ചു. എന്നാൽ പാപത്തിനും മരണത്തിനും മേൽ നമുക്ക് ശക്തി നൽകിയ യേശു ക്രിസ്തുവിന് ഇന്ന് രാത്രി കരമടിച്ച് മഹത്വം കൊടുക്കാത്ത പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ വിളിച്ചു വന്നിരിക്കപ്പെട്ട ദൈവമക്കൾ സമാധാനത്തോടെ സന്തോഷത്തോടെ ഉല്ലാസത്തോടെ ജീവിക്കുവാൻ ഉതരത്തക്ക വിധത്തിൽ അതെ കേട്ടുകൊണ്ടിരിക്കുന്ന വചനത്തിന്റെ ശക്തിയെ അറിയിച്ച് ആമേ നിന്റെ വേദനകൾ, നിന്റെ രോഗങ്ങൾ, നിന്റെ ദുഃഖങ്ങൾ ആദ്യം മാറ്റി സമാധാനം അനുഭവിക്കത്തക്ക വിധത്തിൽ അതേ ജീവിക്കുവാൻ അനുവദിക്കുന്ന സ്വർഗത്തിലെ ദൈവം വചനം പറയുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. നീ പരാജയപ്പെടേണ്ട വ്യക്തിയല്ല, നീ തകർന്നു പോകേണ്ട വ്യക്തിയല്ല, നീ തളർന്നു കിടക്കേണ്ട വ്യക്തിയല്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ഇന്ന് രാത്രി നീ അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി ജയാളിയായി നിന്നെ ജീവിക്കുവാൻ അനുവദിക്കുന്ന ഒരുവനേ ഉള്ളൂ. ഭൂമിക്ക് മീതെ പിതാവായ ദൈവം നൽകിയ ഏകനാമം യേശു എന്ന നാമം. ഇന്ന് രാത്രി ആ നാമത്തെ ആശ്രയിക്കുന്നവർ, ആ നാമത്തെ വിളിക്കുന്നവർ സൗഖ്യമാകട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ, സന്തോഷം പ്രാപിക്കട്ടെ, ആനന്ദം പ്രാപിക്കട്ടെ. ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ അധികാരം നൽകി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ
ഓ അവരെ തകർത്ത് കളയുന്നത് അന്ധകാരത്തിന്റെ ഭൂമികൾ യേശുവിന്റെ നാമത്തിൽ തകർന്നു വീഴട്ടെ. ഹല്ലേലൂയ. ഈ ഭൂമി വിജയകരമായി ജീവിക്കുവാനുള്ള അധികാരം അവൻ നമുക്ക് നൽകിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ആമേൻ. നിങ്ങൾ ആണായാലും പെണ്ണായാലും സന്തോഷവാനായിരിക്കുക. ഹല്ലേലൂയ. നിങ്ങളുടെ ആത്മാവിനും നിങ്ങളുടെ ശരീരത്തിനു വേണ്ടി ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ വിളിക്കുക. ഹല്ലേലൂയ. നിങ്ങളുടെ ആമേൻ വ്യക്തിയുടെ ഹല്ലേലൂയ ഒരു വശത്ത് ഒരിക്കലും പുച്ഛത്തോടെ നോക്കരുത്. മനസ്സിലായോ? ആരെയും പുച്ഛത്തോടെ നോക്കരുത്. കാരണം എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. നിങ്ങളുടെ ശരീരത്തിന്റെ ഒരു ഭാഗം നല്ലതായി തോന്നുന്നില്ല. അയ്യോ എന്റെ ഈ ഭാഗം പോയേ, എന്റെ ഈ ഭാഗം തളർന്നേ പറയരുത്. ഹല്ലേലൂയ. ഈ ഭാഗം തളരാനല്ല ദൈവം നിനക്ക് ആ ഭാഗം തന്നിരിക്കുന്നത്. ആ ഭാഗത്തെ തളർത്ത് ആമേൻ ആ ഭാഗത്തെ ശേഷിയില്ലാതാക്കുന്ന ദുഷ്ട പിശാചിന്റെ പ്രവൃത്തിയെ അഴിപ്പാനത്രേ ദൈവപുത്രൻ ഇവിടേക്ക് വന്നത്. അവൻ ഈ ലോകത്തിൽ തെരഞ്ഞെടുത്ത അഭിഷക്തന്മാർക്ക് അധികാരം കൊടുത്തു. ഇന്ന് രാത്രി നിന്റെ ശരീരത്തെ തളർത്തുന്ന, നിന്റെ മനസ്സിനെ തകർക്കുന്ന, നിന്റെ കുടുംബത്തെ തകർക്കുന്ന പൈശാചിക മണ്ഡലങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ, അതിനെ വെട്ടി ഇല്ലാതാക്കുവാൻ, വചനത്തിന്റെ പരിജ്ഞാനം പ്രാപിച്ച് ദൈവകൃപയിൽ ശക്തിപ്പെടുവാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ബുദ്ധി ഉപദേശിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഒരിക്കലും ആമേൻ ഒരു ശരീരത്തിന്റെ ഒരു ഭാഗത്തെ എന്ത് ചെയ്യരുത്, കുറ്റപ്പെടുത്തരുത്. ഹല്ലേലൂയ. ഒരിക്കൽ നിങ്ങൾ ആരാണെന്ന് ആമേൻ അതെ നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾ സ്നേഹിക്കണം. ഹല്ലേലൂയ. ആമേൻ. ഈ കൈയെ വിലമതിക്കണം എന്ന് പറഞ്ഞാൽ ദൈവസഭയില് ഓരോരുത്തരും ശരീരത്തിന്റെ അവയവങ്ങളാണ്. ആമേൻ. ഒരു സഹോദരൻ മറ്റേ സഹോദരനെ എന്ത് ചെയ്യണം, അനുമോദിക്കണം. ഹല്ലേലൂയ. അതേ പരസ്പരം താങ്ങണം. ഹല്ലേലൂയ. അതേ കൈത്താങ്ങലാകണം. ഇതാ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ചെയ്താൽ ഭൂമിയിലെ നിങ്ങളുടെ ജീവിതത്തിനായി ആമേൻ അവന്റെ നാമത്തിന്റെ ആ ശക്തി ആമേൻ മഹത്വം വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അവന്റെ ഹിതം നിറവേറ്റുന്നതിന് ദൈവം നിങ്ങൾ ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. സന്തോഷമുള്ളവർ ഹല്ലേലൂയ പറഞ്ഞ് കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് രാത്രി കൽപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. എന്നെ ആണായി സൃഷ്ടിച്ചതിനായി നന്ദി, എന്നെ പെണ്ണായി സൃഷ്ടിച്ചതിനായി നന്ദി, എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം തന്നതിനായി നന്ദി, എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ തന്നതിനായി നന്ദി, എന്റെ ആത്മാവിന്റെയും ശരീരത്തിന്റെയും വീണ്ടെടുപ്പിനായി അവിടുത്തെ പുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചതിനായി നന്ദി. ആ സത്യമറിഞ്ഞ് ജീവിക്കുവാൻ കർത്താവേ അവിടുത്തെ കൃപ എനിക്ക് വെളിപ്പെടുത്തിയതിനായി നന്ദി. ഹല്ലേലൂയ. എന്റെ ആത്മാവിന്റെയും ശരീരത്തിന്റെയും എന്റെ എല്ലാ സമസ്ത മേഖലകളെയും യേശുവിന്റെ നാമത്തിൽ സജീവമായി നിലനിർത്തുവാൻ കർത്താവേ അവിടുത്തെ വചനം നൽകിയതിനാൽ, അവിടുത്തെ വചനം ഉപയോഗിച്ച് ജീവിക്കുവാൻ അവിടുത്തെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, അവിടുത്തെ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. ആമേൻ. ഇന്ന് രാത്രി സമർപ്പിക്കപ്പെടുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി കർത്താവേ ആമേൻ ഒരിക്കലും സ്വയം താഴേക്ക് നോക്കി അത് താണുപോയ പത്രോസിനെ പോലെ താണുപോകുവാനിടയാകാതെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കി ജയകരമായ ജീവിതം നയിപ്പാൻ ഇന്ന് രാത്രി എല്ലാവരെയും സഹായിച്ചാട്ട്. ആമേൻ. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ ആമേൻ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമി നിറഞ്ഞ അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിന്മേലും സകല ഭൂജല ജന്തുവിന്മേലും വാഴുവിനെന്ന് അവരോട് കൽപ്പിച്ചു. വാഴുവാനാക്കി വെച്ച മനുഷ്യനെ വീഴ്ത്തിക്കളഞ്ഞ ദുഷ്ട പിശാചിനെ തകർത്ത് ക്രിസ്തുവിലൂടെ ജയാളിയായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ഓരോരുത്തരും ഉയർന്നു വരുവാനിടയാകട്ടെ. അവരുടെ മുമ്പിലുള്ള തടസ്സങ്ങൾ മാറട്ടെ, നിരാശകൾ മാറട്ടെ, കണ്ണുനീർ മാറട്ടെ, വെല്ലുവിളികൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അവർ ഉയർച്ച പ്രാപിക്കട്ടെ. മഹത്വം അവിടത്തേക്ക് അർപ്പിക്കും. അടിയങ്ങൾക്കായി കാൽവരി ജീവൻ അർപ്പിച്ച പൊന്നേശ്വരൻ ധാമി നാമത്തിൽ താഴ്മയായിരിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ 9744703489 എന്ന ആമേൻ വാട്സപ്പ് നമ്പറിലേക്ക് റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. യൂട്യൂബിൽ സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. ആമേൻ. ദയവായി നിങ്ങൾ സെർച്ച് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ അമർത്താത്തവർ ബെൽബട്ടൺ അമർത്തുക. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്. ശുഭരാത്രി. ദൈവം അനുവദിച്ചാൽ നാളെ വെള്ളിയാഴ്ചയാണല്ലോ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ആമേൻ തത്സമയ ആമേൻ പ്രാർത്ഥനയുണ്ട്. തത്സമയ ആമേൻ പ്രാർത്ഥനയിൽ ആമേൻ വിഷയങ്ങൾ അറിയിക്കുന്നവർക്ക് വേണ്ടി അപ്പോഴപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഗോഡ് ബ്ലസ് യു.